ഹായ് ഫ്രണ്ട്സ്, കഥകളുടെ ലോകമായ MS ഹൊറർ മീഡിയയിലേക്ക് കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഥ പറയാൻ വൈകിയതിൽ ക്ഷമിക്കണേ. ഈ കഥ കേട്ടതിന് ശേഷം കഥയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് പുതിയ കഥകളെക്കുറിച്ച് ചിന്തിക്കാനും അതെഴുതാനും എന്നെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. അപ്പോൾ മറക്കാതെ അഭിപ്രായങ്ങൾ പറയുക. കഥ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും. എന്നാൽ ഒട്ടും സമയം കളയാതെ കഥ കേട്ടാലോ? ആർത്തി പെയ്യുന്ന തുലാമഴ, കണ്ണഞ്ചിപ്പിക്കുന്ന വെള്ളി വെളിച്ചങ്ങൾക്ക് പിന്നാലെ നടുക്കം കുളിക്കുന്ന ഇടിനാദങ്ങൾ എന്നെ വല്ലാണ്ട് അസ്വസ്ഥനാക്കി. മുറ്റത്തെ നീലൻ വരാന്തയിൽ കൂനിക്കൂടി ഇരുന്നു കൊണ്ട് മുത്തശ്ശി നാമം ചൊല്ലുന്നുണ്ട്. ഏറെ നേരമായി ഞാൻ അച്ഛൻ്റെ മുറിയുടെ തൊട്ടടുത്തുള്ള മുറിയുടെ അടഞ്ഞു കിടക്കുന്ന കതകിന് നേർക്ക് എത്തി നോക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ അസ്വസ്ഥത നിറഞ്ഞ മുഖം കണ്ട് വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്ന അച്ഛൻ എന്നോട് പറഞ്ഞു, കൃഷ്ണ, മുത്തശ്ശിയുടെ അടുത്ത് പോയിരുന്ന് നാമം ചൊല്ലൂ, പേടിക്കാനൊന്നുമില്ല. അച്ഛൻ്റെ ആ ആശ്വാസപ്പെടുത്തൽ എൻ്റെ മനസ്സിലെ ഭയം അകറ്റിയില്ല. എങ്കിൽ പോലും ഞാൻ മുത്തശ്ശിയുടെ അരികിൽ ചെന്നിരുന്ന് നാമം ജപിച്ചു തുടങ്ങി. അടഞ്ഞുകിടക്കുന്ന ആ മുറിയിൽ നിന്ന് അമ്മയുടെ ഞരക്കവും മുഴലും കേൾക്കുന്നുണ്ട്. ആ ഞരക്കങ്ങൾ ഇടയ്ക്ക് വേദനയാർന്ന നിലവിളികളായി ഉയർന്നു കേട്ടപ്പോൾ എൻ്റെ നെഞ്ചു പിടഞ്ഞു. വേണ്ടാത്ത ചിന്തകൾ എൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു. ആർത്തലിച്ച് പെയ്യുന്ന ആ മഴയിൽ നനഞ്ഞ് കുളിച്ച് പേരെടുക്കാൻ വന്ന നാരായണി മുത്തശ്ശിയും അവരോടൊപ്പം 10 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയും ഉമ്മറത്തെണ്ണയിലേക്ക് കയറി വന്നു. വയറ്റാട്ടിയായ നാരായണ മുത്തശ്ശിയെ കണ്ടപ്പോൾ അച്ഛനും മുത്തശ്ശിക്കും മറ്റു ബന്ധുക്കൾക്കും വലിയ ആശ്വാസമായി. നിങ്ങൾ എന്തേ ഇത്ര താമസിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ നാരായണ മുത്തശ്ശിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ മഴയത്ത് ഇത്രടം വരെ വരുന്നത് ചില്ലറ കാര്യമാണോ? പ്രായം കുറെ ആയില്ലേ എനിക്ക്? നാരായണ മുത്തശ്ശി പരിഭവം പറഞ്ഞുകൊണ്ട് അമ്മ കിടക്കുന്ന മുറിയിലേക്ക് കയറിപ്പോയി. അതോടെ ആ കതക് വീണ്ടും അടഞ്ഞുപോയി. അകത്തുനിന്ന് പെണ്ണുങ്ങളുടെ വർത്തമാനവും അമ്മയുടെ കരച്ചിലും കേട്ടു തുടങ്ങിയതോടെ ഞാൻ വീണ്ടും മുത്തശ്ശിയുടെ അരികിൽ വന്നിരുന്നു. ആ സമയത്താണ് എൻ്റെ നോട്ടം ഇറിയത്തെ തൂണിനരികിലേക്ക് നീണ്ടു ചെന്നത്. നാരായണി അമ്മയോടൊപ്പം വന്ന പെൺകുട്ടി ആകെ നനഞ്ഞു വിറച്ച് ആ തൂണിൽ ചാരി നിൽക്കുന്നു. അവളെ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരുടെയും ശ്രദ്ധ അകത്തെ അടഞ്ഞു കിടക്കുന്ന കതകിന് നേർക്കാണ്. ഈറനുടുത്ത് ആകെ നനഞ്ഞു വിറച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ ദയനീയ ഭാവം കണ്ടപ്പോൾ ഞാൻ അഴയിൽ കിടന്ന ഒരു തോർത്തെടുത്ത് അവൾക്ക് നേരെ നീട്ടി. വിടർന്ന വലിയ കണ്ണുകൾ മിഴിച്ച് അവൾ എന്നെ നോക്കിയതല്ലാതെ ആ തുകർത്ത് അവൾ വാങ്ങിച്ചില്ല. അവളെക്കാളും 2-3 വയസ്സിന് മൂത്തതായതുകൊണ്ട് ഞാൻ അല്പം ശബ്ദം ഘടിപ്പിച്ച് പറഞ്ഞു, ഇത് വാങ്ങിച്ചോളൂ. നന്നായി തല തുകർത്തു. എൻ്റെ ആ ആജ്ഞ അവളിൽ തെല്ല ഭയമുണ്ടാക്കി. അവൾ തിടുക്കത്തിൽ എൻ്റെ കയ്യിലിരുന്ന് തുകർത്ത് വാങ്ങി അങ്ങ് മാറി നിന്ന് അവളുടെ നീലം തലമുടി പിഴിഞ്ഞു. പിന്നീട് ഉടുത്തിരുന്ന പാവാട കൂട്ടിപ്പിടിച്ച് പിഴിഞ്ഞ് വെള്ളം കളയുന്നത് നോക്കി ഞാൻ അങ്ങനെ നിന്നപ്പോഴേക്കും അകത്ത് നിന്ന് ഒരു കുഞ്ഞി കരച്ചിൽ ഉയർന്നു കേട്ടു. ദേവിയെടുത്ത് പ്രസവിച്ചു. കുട്ടി പെണ്ണാ. കതക് തുറന്നു വന്ന ചെറിയമ്മ അച്ഛനോടത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വലിയ ആശ്വാസമായി. അങ്ങനെ 1975 ഒരു പച്ച പാതിരയ്ക്ക് തുലാമാസത്തിലെ രാത്രി മഴയിൽ എൻ്റെ അനുജത്തിക്കുട്ടി മല്ലിക ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണു. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന് അറിയിപ്പിന് പിന്നാലെ ചെറിയമ്മ കുഞ്ഞു മല്ലികയെ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞു പിടിച്ച് ഉമ്മറത്തെണ്ണയിലേക്ക് കൊണ്ടുവന്നു. വളരെ സൂക്ഷ്മതയോടെ കുഞ്ഞിനെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് അച്ഛൻ എന്നെ അടുത്തേക്ക് വിളിച്ചു. കൃഷ്ണ, ഇങ്ങ് വാ. ഇതാ നിന്റെ അനുജത്തിക്കുട്ടിയെ വന്ന് കാണ്. ഇതാന്ന് പറയും മുമ്പേ ഞാൻ ഓടി അച്ഛൻ്റെ അരികിലെത്തി. ചുവന്ന് തുടുത്ത് തല നിറയെ കട്ടിമുടിയുള്ള ഒരു പാവക്കുട്ടിയെപ്പോലെ കുഞ്ഞു മല്ലിക കണ്ണുമടച്ചുറങ്ങുന്നു. വെളുത്ത തുണിക്കെട്ടിലൂടെ അവളുടെ മുഖം മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ കൗതുകത്തോടെ അവളെ നോക്കി. ആ സമയത്താണ് എൻ്റെ പിന്നിൽ ഒരു കാൽപ്പുരമാറ്റം ഞാൻ കേട്ടത്. നോക്കിയപ്പോൾ ഉമ്മറത്തിണ്ണയിൽ പേടിച്ചരണ്ടു നിന്ന ആ പെൺകുട്ടി അച്ഛൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ എത്തി നോക്കുന്നു. അവളും കൗതുകത്തോടെ അവളുടെ വലിയ കണ്ണുകൾ മിഴിച്ചു പിടിച്ച് കുഞ്ഞിനെ നോക്കുകയാണ്. പൊടുന്നനെ ആ പെണ്ണ്
അവളുടെ കൈ നീട്ടി കുഞ്ഞിന്റെ നെറ്റിയിൽ ഒന്ന് തൊട്ടു. തണുത്ത അവളുടെ വിരൽ സ്പർശനം ഏറ്റതുകൊണ്ടാവാം കുഞ്ഞു മല്ലിക ചിണുങ്ങിക്കരയാൻ തുടങ്ങി. ആ ചിണുങ്ങിക്കരച്ചിൽ പിന്നീട് തൊള്ള തുറന്നുള്ള കരച്ചിലായി. ആസത്ത്, അങ്ങോട്ട് മാറി നിൽക്കുക, നീ എന്തിനാ കുഞ്ഞിനെ തൊട്ടത്? അച്ഛന്റെ ദേഷ്യം നിറഞ്ഞുള്ള ആ വർത്തമാനം കേട്ട് അവൾ ഭയന്ന് പിന്നോട്ട് മാറി വീണ്ടും ആ തൂണിനരികിൽ പോയി നിന്നു. അപ്പോൾ തന്നെ ചെറിയമ്മ കുഞ്ഞിനെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങി അകത്തേക്ക് കൊണ്ടുപോയി. മഴ അപ്പോഴും തോർന്നിരുന്നില്ല. മഴയോടൊപ്പം വീശിയ തണുപ്പും കാറ്റിന് ശക്തി കൂടിയപ്പോൾ മുത്തശ്ശി നാമജപം നിർത്തി അകത്തേക്ക് നടന്നു. അച്ഛനും ചെറിയച്ഛനും മുത്തശ്ശനും വലിയ ചർച്ചയിലാണ്. കുഞ്ഞ് ജനിച്ച സമയവും അവളുടെ ജന്മനക്ഷത്രവും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പഞ്ചാംഗത്തിൽ പരതുന്നത് കണ്ടു. അവരോടൊപ്പം അമ്മയുടെ ആംഗ്ലയും 1-2 ബന്ധുക്കളുമുണ്ട്. മല്ലികയുടെ ജനനത്തിൽ വലിയൊരു പ്രത്യേകതയുണ്ട്. 5 തലമുറകൾക്ക് ശേഷമാണ് മാമ്പലത്തറവാട്ടിൽ ആദ്യമായി ഒരു പെൺകുട്ടി ജനിച്ചത്. അതിന്റെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാമായിരുന്നു. മഴ കനത്തതോടെ ഇറയത്തെ തിണ്ണയിലേക്കും ഈറനടിക്കാൻ തുടങ്ങി. അതോടെ അച്ഛനും മറ്റുള്ളവരും അകത്തേക്ക് കയറി. അകത്ത് വാതിൽപ്പാളിക്കപ്പുറം വരുന്ന ഓട്ടുവിളക്കിലെ തീനാളം കാറ്റിലുലഞ്ഞു. കൃഷ്ണ, അകത്തേക്ക് പോന്നോളൂ, നല്ല കാറ്റുണ്ട്, മഴ നനഞ്ഞ് പനി വരുത്തി വെക്കേണ്ട. ഞാൻ അകത്തേക്ക് പോകാൻ ഭാവിച്ചതും തൂണിന് മറയിൽ നിന്ന ആ പെണ്ണിന്റെ നോട്ടം എന്റെ നേർക്ക് നീണ്ടുവന്നു. ആ പാതിരാത്രിയിൽ ഉമ്മറത്തിണ്ണയിൽ അവളെ ഒറ്റയ്ക്കാക്കി എല്ലാവരും പോവുകയാണോ എന്നൊരു ചോദ്യം ആ നോട്ടത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ട് ഞാൻ അരഭിത്തി കെട്ടിയ വരാന്തയുടെ ഒരു കോണിൽ ചെന്ന് നിന്നു. കതകുപാളിക്കപ്പുറം ഇരിക്കുന്ന ഊട്ടുവിളക്കിന്റെ വെട്ടം നേരിയ രീതിയിലെ ഇറയത്തേക്ക് കാണുന്നുള്ളൂ. മഴയോടൊപ്പം വീശുന്ന തണുപ്പം കാറ്റേറ്റ് അവളുടെ ശരീരം വിറകൊണ്ടു. അവൾ നിന്ന് വിറയ്ക്കുന്നത് കണ്ട് ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, ഇവിടെ വന്നിരുന്നോളൂ, അരഭിത്തിയുടെ മറയുള്ളത് കൊണ്ട് ഇവിടേക്ക് കാറ്റടി ഏൽക്കില്ല. അവൾ മടിച്ച് അരഭിത്തിക്കരികിൽ വന്ന് ഭിത്തിയോട് ചേർന്ന് എനിക്കെതിരേ ഇരുന്നു. അവളുടെ മെടഞ്ഞിട്ട നീലൻ മുടിത്തുമ്പിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറയത്തെ തിണ്ണയിലേക്ക് ഇറ്റിറ്റു വീണു. എന്താ നിന്റെ പേര്? എന്റെ ചോദ്യം കേട്ടപാടെ അവൾ പരിഭ്രമത്തോടെ മറുപടി പറഞ്ഞു, സാവിത്രി. സാവിത്രിയെ ആദ്യമായി കണ്ട ദിനം, അവളോട് ആദ്യമായി സംസാരിച്ചത്, അവളുടെ ആ നനഞ്ഞു വിറച്ചുള്ള നിൽപ്പ്, അതെല്ലാം ഒരു സ്വപ്നം പോലെ ഞാനപ്പോൾ കാണുകയായിരുന്നു. സാവിത്രിയെ നുറക്കെ വിളിച്ചുകൊണ്ട് ഞാൻ കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു. മുറിയിൽ നല്ല ഇരുട്ടായിരുന്നു. തുറന്നുകിടന്ന ജനൽപ്പാളികൾ കാറ്റിൽ വല്ലാതെ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ ജനാലിലൂടെ അകത്തേക്ക് വീശിയെത്തിയ കാറ്റിന് നല്ല തണുപ്പുണ്ടായിരുന്നു. രാത്രി മഴയ്ക്കുള്ള തുടക്കമാണ്. പെട്ടെന്ന് കണ്ണൻ ചെപ്പിക്കുന്ന ഒരു മിന്നൽ വെളിച്ചം അകത്തേക്ക് പാളിയെത്തി. ഒരു നിമിഷത്തേക്ക് ജനലിനപ്പുറമായി ആരോ എന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നതായി എനിക്ക് തോന്നി. ദേഹത്ത് കിടന്ന പുതപ്പ് മാറ്റി ഞാൻ ആ ജനലിനടുത്തേക്ക് ചെന്നു. പുറത്തപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി. ജനൽപ്പാളികൾ അടക്കാൻ ഒരുങ്ങിയ എന്റെ നോട്ടം ഉമ്രത്തിണ്ണയിലെ തൂണിനരികിലേക്ക് നീണ്ടു. അവിടെ ആരോ നിൽക്കുന്നു. അരണ്ട വെളിച്ചത്തിൽ അതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ തെല്ലെ ശബ്ദമുയർത്തി ചോദിച്ചു, ആരാ അത്? പൊടുന്നനെ ഉണ്ടായ മിന്നൽ പിണറിന്റെ വെള്ളി വെളിച്ചത്തിൽ തൂണിനോട് ചേർന്ന് നിൽക്കുന്ന ആ ആളിനെ ഞാൻ കണ്ടു. നനഞ്ഞൊട്ടിയ പാവാടയും ബ്ലൗസും ഇട്ട് ഈറനായ മുടിപ്പിന്നിൽ മുന്നിലേക്കിട്ട് എന്നെയും നോക്കി നിന്നത് സാവിത്രിയായിരുന്നു. മിന്നൽ പിണറിന് തൊട്ട് പിന്നാലെ കേട്ട നടക്കുന്ന ഇടിയൊച്ചയിൽ ഞാൻ ഞെട്ടിപ്പോയി. പുറത്താകെ കനത്ത ഇരുട്ടായി. ഞാൻ തിടുക്കത്തിൽ മുറിയിലെ ലൈറ്റ് ഓണാക്കി. അത് തെളിഞ്ഞില്ല. കറണ്ട് പോയി എന്ന് മനസ്സിലായതോടെ മേശപ്പുറത്തിരുന്ന് ചിമ്മിണി വിളക്ക് കത്തിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്കിറങ്ങി. കാറ്റിൽ വിളക്കണയാതിരിക്കാൻ തുറന്നിട്ട കതകിന് മറയിലേക്ക് അത് മാറ്റിവെച്ചിട്ടാണ് ഞാൻ പുറത്തേക്കിറങ്ങിയത്. ഉമ്മറത്തിണ്ണ ശൂന്യമായിരുന്നു. അവിടെയെങ്ങും ആരെയും കണ്ടില്ല. ഒരുപക്ഷെ സ്വപ്നത്തിൽ സാവിത്രിയെ കണ്ടതുകൊണ്ടാവാം എനിക്കങ്ങനെ തോന്നിയത്.
എത്രയോ നാളുകളായി സാവിത്രിയെ കണ്ടിട്ട്, അവളോടൊന്ന് സംസാരിച്ചിട്ട്. ഈ രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ആദ്യം അവളെ ചെന്ന് കാണണം. ഇത്ര നാളും കാണാതിരുന്നത് കൊണ്ട് അവൾക്ക് എന്നോട് വലിയ പരിഭവവും പിണക്കവുമായിരിക്കും. 2 ആഴ്ച കഴിഞ്ഞാൽ മല്ലികയുടെ വിവാഹമാണ്. അവളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ഞാനിപ്പോൾ കശ്മീരിൽ നിന്ന് ഇവിടേക്ക് വന്നത്. എത്ര പെട്ടെന്നാണ് കാലം കടന്നുപോയത്. എല്ലാം ഇന്നലെ എന്നതുപോലെ തോന്നുകയാണ്. പുറത്ത് പെയ്യുന്ന മഴയിലേക്ക് നോക്കി ഞാൻ അരഭിത്തിയിലിരുന്നു. ഇതുപോലെയുള്ള ഒരു രാത്രി മഴയിലാണല്ലോ ഞാൻ ആദ്യമായി സാവിത്രിയെ കണ്ടത്. ആ മഴയുടെ ഇരുമ്പവും കുളിരും എൻ്റെ മനസ്സിനെ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മല്ലിക ജനിച്ചു വീണ ആ രാത്രി മഴയിലെ ഓർമ്മകളിൽ ഞാൻ വീണ്ടും ആ പഴയ 12 വയസ്സുകാരൻ ചെക്കനായി. സാവിത്രിയോ 10 വയസ്സുള്ളൊരു തൊട്ടാവാടി പെണ്ണും. അന്നാ രാത്രിയിൽ ഉമ്മറത്തിണ്ടയിൽ മിണ്ടിയും പറഞ്ഞും അവളും ഞാനും ഇരുന്നു. സാവിത്രിയുടെ അച്ഛനെയും അമ്മയെയും പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ അവൾ വാ പൊത്തിപ്പിടിച്ച് കരയാൻ തുടങ്ങി. കരച്ചിലിനിടയ്ക്ക് അവൾ ഏങ്ങലിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഒരു അനിയനുണ്ടായ സമയത്ത് എൻ്റെ അമ്മ മരിച്ചുപോയി. ജനിച്ച് 1-2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞനിയനും ഈ ലോകം വിട്ട് യാത്രയായി. അച്ഛനും മുത്തശ്ശിയോടൊപ്പമാണ് എൻ്റെ താമസം. അവളെപ്പറ്റി അവൾ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അകത്ത് നിന്ന് നാരായണി മുത്തശ്ശിയുടെ ശബ്ദം കേട്ടു. താത്രിക്കുട്ടി, മഴ കുറഞ്ഞോ പെണ്ണേ? ഇല്ല മുത്തശ്ശി, അവൾ ഉമ്മർത്തിരുന്ന് വിളിച്ചു പറഞ്ഞു. അവളുടെ പേര് സാവിത്രിക്കുട്ടി എന്നായിരുന്നെങ്കിലും അവളുടെ മുത്തശ്ശി അവളെ താത്രിക്കുട്ടി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ ചെറിയമ്മ അവിടേക്ക് വന്നു. ചെറിയമ്മയുടെ കയ്യിൽ ഒരു ചുവന്ന് തിളങ്ങുന്ന പട്ടുതുണി ഉണ്ടായിരുന്നു. തിളങ്ങുന്ന സ്വർണ്ണ പൊട്ടുകളുള്ള മടക്കിയ ആ തുണി സാവിത്രിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ചെറിയമ്മ പറഞ്ഞു, ഇത് താത്തക്കുട്ടിക്കുള്ളതാ. നാരായണിയമ്മയുടെ കൂട്ടിന് വന്നതല്ലേ, ഇതിരിക്കട്ടെ. സാവിത്രിയുടെ മുഖം പട്ടുപുടവ കണ്ടപ്പോൾ അമ്പിളിക്കല പോലെ തിളങ്ങി. തന്റെ കയ്യിലിരിക്കുന്ന ആ പട്ടുചേല മുഖത്തോടടുപ്പിച്ച് അവൾ അതിന്റെ പുത്തൻ മണം ആസ്വദിച്ചു. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് കൃഷ്ണേട്ടൻ ചെറിയമ്മയോട് പറയണം കേട്ടോ. ആ പട്ടുചേല നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടു നിന്ന സമയത്താണ് ഞാൻ സാവിത്രിക്കുട്ടിയെ നന്നായി ശ്രദ്ധിച്ചത്. വണ്ണം കുറഞ്ഞ് കൊലുന്നിനെയുള്ള ഒരു ഇരുനിറക്കാരി പെൺകുട്ടി. അവളുടെ വിടർന്ന് വലിയ കണ്ണുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. മഴക്കൊരു ശമനമായപ്പോൾ നാരായണി മുത്തശ്ശി അകത്ത് നിന്ന് ഉമ്മറത്തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. അവരുടെ കയ്യിലും ഒരു പുത്തൻ പ്ലാസ്റ്റിക് കവർ കണ്ടു. മല്ലികയുടെ ജന്മത്തിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് പേരെടുക്കാൻ വന്ന നാരായണി മുത്തശ്ശിക്ക് തറവാട്ടിലുള്ളവർ സമ്മാനിച്ച സമ്മാനമായിരുന്നു ആ പ്ലാസ്റ്റിക് കവറിൽ. കുറച്ചധികം നോട്ടുകളും അവർ തന്റെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്നു. തിണ്ണയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ വൃദ്ധ അതിൽ നിന്ന് 2-3 നോട്ടുകൾ എടുത്ത് ചുരുട്ടി ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി അതിട്ടിരുന്ന ബ്ലൗസിനുള്ളിലേക്ക് തിരികെ വെച്ചു. താത്തക്കുട്ടിയെ, എന്നാൽ ഇറങ്ങാമല്ലേ? അടുത്ത മഴ പെയ്യും മുമ്പേ വീട്ടിലെത്താം. വേഗം നടന്നോളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശി മുറ്റത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും ഒരു വാഴയിലക്കീറ് തലയ്ക്ക് മീതെ പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ തറവാട്ട് മുറ്റത്തേക്ക് കയറി വന്നു. അയാളെ കണ്ടതും സാവിത്രി തന്റെ മുത്തശ്ശിയുടെ പിന്നിൽ ഒളിച്ചു. പേടിച്ചരണ്ട ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെയാണ് അവൾ നാരായണി മുത്തശ്ശിയുടെ പിന്നിൽ പതുങ്ങി നിന്നത്. ഈ പാതിരാത്രിയിൽ അടാപടി മഴ പെയ്യുന്ന സമയത്ത് തള്ളയും മകളും ഇവിടേക്കാ പുറപ്പെട്ടതെന്ന് അയൽപ്പക്കത്തെ ഓമന പറഞ്ഞു ഞാൻ അറിഞ്ഞു. പല്ലന്തുരത്തിലെ വലിയ വയറ്റാട്ടിയായിട്ട് ഇവളുടെ അമ്മയെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ പരട്ട കിളവി. ആ മനുഷ്യൻ നാരായണ മുത്തശ്ശിയുടെ നേർക്ക് ചീറി. സോമ, വഴക്കും വക്കാണവുമൊക്കെ നിങ്ങൾ ഈ മുറ്റത്ത് നിന്ന് അസഭ്യം പുലമ്പണ്ട, അച്ഛൻ ഒച്ചവെച്ചു. ആ വന്നത് സാവിത്രിയുടെ അച്ഛനായിരുന്നു. അയാൾ നന്നായി മദ്യപിച്ചിരുന്നു. നാരായണി മുത്തശ്ശിയെ കടന്നു പിടിച്ച് അവരുടെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച നോട്ടുകളും വാങ്ങി അയാൾ വന്നതുപോലെ തന്നെ തിരിച്ചുപോയി. അത്ര നേരവും ശമിച്ചു നിന്ന മഴ വീണ്ടും ശക്തമായി പെയ്യാൻ തുടങ്ങി. നാരായണി മുത്തശ്ശിയുടെ പിന്നിൽ ഒളിച്ചു നിന്ന സാവിത്രി തിരിഞ്ഞ് എന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ആ നോട്ടത്തിൽ നാണക്കേടും സങ്കടവും കലർന്നിരുന്നു. മോള് പേടിക്കണ്ട,
അച്ഛന്റെ സ്വഭാവം ഇതൊക്കെയാണെന്ന് താത്രിക്കുട്ടിക്ക് അറിയാവുന്നതല്ലേ. ഇരുട്ടത്ത് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആരെയും കാണാത്തതുകൊണ്ട് കലിയെടുത്ത് ഇവിടേക്ക് വന്നതാ. മുത്തശ്ശി സാവിത്രിയെ ആശ്വസിപ്പിച്ചു. വടക്കേ തൊടിയിൽ നിന്ന് ഒരു വാഴയിൽ നിന്ന് വലിയൊരു വാഴയില വെട്ടിയെടുത്ത് നാരായണി മുത്തശ്ശി സാവിത്രിയെയും ചേർത്ത് പിടിച്ച് മുറ്റത്തേക്കിറങ്ങി. ഇരുട്ടിലിറങ്ങി നടക്കുമ്പോൾ ഒരു പേനക്കത്തി മടിശിലയിൽ തിരുകുന്ന ഒരു സ്വഭാവം ഈ നാരായണി മുത്തശ്ശിക്കുണ്ട്. മുത്തശ്ശിയെ എനിക്ക് നേരത്തെ തൊട്ടേ പരിചയമുണ്ട്. ഞാൻ പഠിക്കുന്ന പറവൂരിലെ സർക്കാർ സ്കൂളിൽ കഞ്ഞി വെക്കുന്നത് നാരായണി മുത്തശ്ശിയാണ്. കഞ്ഞി വെക്കുന്നത് കൂടാതെ പേരെടുക്കുന്ന തൊഴിലും മുത്തശ്ശി ചെയ്യാറുണ്ട്. പിന്നെ അല്ലറ ചില്ലറ പച്ചമരുന്ന് ചികിത്സയും മുത്തശ്ശി നടത്താറുണ്ട്. പ്രസവരക്ഷയ്ക്കുള്ള ലേഹ്യവും തൈലവുമൊക്കെ ഉണ്ടാക്കാൻ നാരായണി മുത്തശ്ശിക്ക് വലിയ മിടുക്കാണ്. സ്കൂളിലെ കഞ്ഞി ഞാൻ കുടിക്കാറില്ല. ഉച്ചക്കഞ്ഞിക്കുള്ള ബെല്ലടിക്കുമ്പോൾ തറവാട്ടിലെ കാര്യസ്ഥൻ ഒരു തൂക്കുപാത്രത്തിൽ എനിക്ക് കഴിക്കാനുള്ള ചോറും കറികളുമായി എന്റെ ക്ലാസ് മുറിയുടെ വരാന്തയിൽ കാത്തു നിൽക്കും. വലിയ വാഴയിലെ തുമ്പിന് കീഴെ മുത്തശ്ശിയുടെ കൈയും പിടിച്ച് തറവാട്ടുമുറ്റത്ത് നിന്ന് മഴയിലേക്ക് ഇറങ്ങി നടന്നുപോയ ആ പെൺകുട്ടി എന്റെ മനസ്സിന്റെ ഏതോ ഒരു കോണിൽ ഞാൻ പോലും അറിയാതെ സ്ഥാനം പിടിച്ചിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. പിന്നെ ഞാൻ അവളെ കണ്ടത് സ്കൂളിലെ നീളൻ വരാന്തയിൽ വെച്ചായിരുന്നു. ഉച്ചസമയത്തെ ആദ്യത്തെ പീരീഡിന് ശേഷം ഹാജർ ബുക്ക് സ്റ്റാഫ് റൂമിൽ ഏൽപ്പിക്കാനായി ക്ലാസ്സിന് പുറത്തിറങ്ങിയ സമയത്താണ് ഞാൻ സാവിത്രിയെ കണ്ടത്. 6B ഭിത്തിയോട് ചേർന്ന് അവൾ കൈകൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. ഒറ്റയ്ക്ക് ഏതോ വിദൂരതയിലേക്ക് നോക്കി കണ്ണും നട്ട് നിൽക്കുന്ന സാവിത്രിയെ സ്കൂൾ വരാന്തയിൽ കണ്ടപ്പോൾ ഞാൻ ആദ്യമൊന്ന് അന്തിച്ചു പോയി. കാരണം സാവിത്രി അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ആ സ്കൂൾ വെച്ച് കാണുന്നത്. ഇതിനു മുമ്പൊന്നും അവളെ ഞാൻ അവിടെ കണ്ടിട്ടില്ലായിരുന്നു. ഇനിയൊരു പക്ഷേ കണ്ടിരിക്കാം. ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും. ആകസ്മികമായി എന്നെ അവിടെ കണ്ടപ്പോൾ സാവിത്രിയുടെ മുഖത്തും ഒരു വെപ്രാളമുണ്ടായത് ഞാൻ ശ്രദ്ധിച്ചു. നീ ഇവിടെയാണോ പഠിക്കുന്നത്? തല കുനിച്ചാണ് മറുപടി. മുഖത്തേക്ക് നോക്കുന്നതേയില്ല. എന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അമ്മയ്ക്ക് വയ്യാത്ത സമയത്ത് എന്റെ പഠിത്തം മുടങ്ങിപ്പോയിരുന്നു. വല്ലപ്പോഴും മാത്രമേ ഞാൻ ക്ലാസ്സിൽ വന്നിരുന്നുള്ളൂ. അമ്മയ്ക്ക് കൂട്ടായി ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ നിന്നു. ഇപ്പോൾ അമ്മയില്ലല്ലോ. സഹായത്തിനായി കൂട്ടി നിൽക്കേണ്ട ആവശ്യവുമില്ല. അത് പറഞ്ഞപ്പോൾ സാവിത്രിയുടെ കണ്ണുകളിൽ നിന്ന് വലിയ നീർമുത്തുകൾ പോലെ കണ്ണുനീർത്തുള്ളികൾ അവളുടെ കവിളുകളിലേക്ക് അടർന്നു വീണു. എന്തിനാ നിന്നെ ഇങ്ങനെ കയ്യും പൊക്കി ഇവിടെ നിർത്തിയിരിക്കുന്നത്? കുമാരൻ മാഷ എന്നെ ഇവിടെ പിടിച്ചിങ്ങനെ നിർത്തിയിരിക്കുന്നത്. കണക്കിന്റെ ബുക്ക് തീർന്നു പോയി. പുതിയ ബുക്ക് വാങ്ങിക്കാത്തത് കൊണ്ടുള്ള ശിക്ഷയാ. നാളെ മുത്തശ്ശി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന ആ നേരത്ത് എവിടെ നിന്നോ കുമാരൻ മാഷ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. 8ാം ക്ലാസ് വരെയും കണക്ക് പഠിപ്പിക്കുന്നത് കുമാരൻ മാഷാണ്. അയാൾക്ക് ഏകദേശം 10-26 വയസ്സ് പ്രായം കാണും. ആഹാ, ക്ലാസിന് പുറത്തുനിന്ന് നീ വർത്തമാനം പറയുക? എഴുതാൻ പറഞ്ഞാൽ അവളുടെ കയ്യിൽ ബുക്കുമില്ല, പേനയുമില്ല. കുമാരൻ മാഷ് വലിയ ദേഷ്യത്തിലായിരുന്നു. അയാൾ തന്റെ കയ്യിലിരുന്ന ചൂരലുവടി കൊണ്ട് സാവിത്രിയുടെ തുടയിൽ ആഞ്ഞടിച്ചു. മുട്ടപ്പം നീളമുള്ള പച്ച പാവാട പിടിച്ച് മേൽപോട്ടുയർത്തി തിരിച്ചു നിർത്തിയാണ് മാഷ് അവളുടെ തുടയിൽ ചൂരലുവടി കൊണ്ട് അടിച്ചത്. നിറം മങ്ങിയ യൂണിഫോം പാവാട മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചപ്പോൾ അവളുടെ തുടയുടെ മുകൾ ഭാഗം വരെയും കാണാമായിരുന്നു. കുമാരൻ മാഷിന്റെ കണ്ണുകൾ അവിടേക്ക് നീണ്ടപ്പോൾ അയാളുടെ മുഖത്ത് ഒരു വഷളൻ ചിരി തെളിഞ്ഞു വന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഉയർത്തിപ്പിടിച്ച കൈകൾ താഴ്ത്തി സാവിത്രിക്കുട്ടി തന്റെ പാവാടത്തുമ്പ് മാഷിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് ചൂളിക്കൂടി ഭിത്തിയോട് ചേർന്ന് നിന്നു. ആ സമയം തീ പാറുന്നതുപോലെ സാവിത്രി മാഷിയൊന്ന് നോക്കിയപ്പോൾ, നീ എന്താടി എന്നെ നോക്കി പേടിപ്പിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവൾക്ക് നേരെ അലറി. കുമാരൻ മാഷിന്റെ പരാക്രമം കണ്ട് ഞാനും ഭയന്നു പോയിരുന്നു. നീ എന്തോ കാഴ്ച കാണാനാ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ എന്റെ നേർക്കും കയർത്തു. സാവിത്രിയെ നോക്കി നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുമാരൻ മാഷ് അടുത്ത ക്ലാസ് റൂമിലേക്ക് കയറിപ്പോയി. മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് അടുത്ത നിമിഷം സാവിത്രിയും അവളുടെ ക്ലാസ്സിലേക്ക് പോയി. എനിക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി. അന്ന് വൈകുന്നേരം സ്കൂൾ വിട്ടപ്പോൾ ഞാൻ കൊടിമര ചുവട്ടിൽ 6B നോക്കി അങ്ങനെ നിന്നു. കുട്ടികൾ എല്ലാവരും ബഹളം വെച്ചുകൊണ്ട് ഉന്തിത്തള്ളി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ആ കൂട്ടത്തിലെങ്ങും ഞാൻ സാവിത്രിയെ കണ്ടില്ല. സ്കൂൾ വരാന്തയിലെ തിരക്ക് കുറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച്
6B മുന്നിൽ ചെന്ന് തുറന്നു കിടന്ന വാതിലിലൂടെ ആ ക്ലാസ്സിലേക്ക് എത്തി നോക്കി. നിരനിരയായി കിടന്ന ബെഞ്ചുകളുടെ ഏറ്റവും പിന്നിലത്തെ ബെഞ്ചിനറ്റത്തായി സാവിത്രി ഇരിക്കുന്നതായി കണ്ടു. അവളുടെ തൊട്ടടുത്തായി കുമാരൻ മാഷ് നിൽപ്പുണ്ട്. അയാൾ അവളോട് എന്തൊക്കെയോ പറയുകയാണ്. അവൾ ഏങ്ങി ഏങ്ങി കരയുന്നുമുണ്ട്. നോക്കിയപ്പോൾ സാവിത്രിയുടെ വലത് കൈ മാഷിന്റെ കൈകൾക്കുള്ളിലാണ്. ആ കൈ പിടിച്ച് ഞെരിച്ചമർത്തിക്കൊണ്ടാണ് പതിഞ്ഞ ശബ്ദത്തിൽ അയാൾ അവളോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് മാഷിനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഞാൻ മനഃപൂർവ്വം കയ്യിലിരുന്ന തൂക്കുപാത്രം നിലത്തേക്കിട്ടു. പിടിവിട്ട് നിലത്തേക്ക് വീണ തൂക്കുപാത്രത്തിന്റെ ശബ്ദം കേട്ട് മാഷൊന്ന് പതറി. വാതിക്കൽ എന്നെ കണ്ടപ്പോഴേക്കും അയാൾ സാവിത്രിയുടെ കയ്യിലെ പിടുത്തം വിട്ട് തിടുക്കത്തിൽ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ തുറന്നുപോയ പാത്രത്തിന്റെ അടപ്പെടുത്ത് അടച്ചുകൊണ്ടിരുന്ന സമയത്ത് സാവിത്രിയും ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു. ചുമൽ തൂക്കിയിരുന്ന ബാഗ് നേരെയാക്കി ഞാനും അവളുടെ പിന്നാലെ ചെന്നു. പുസ്തകങ്ങളെല്ലാം ഒരു വള്ളി പൊട്ടിയ സഞ്ചിയിലാക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവൾ ശീഘ്രം നടന്നത്. സ്കൂളിന്റെ ഗേറ്റ് കടന്ന് താഴേക്കാവിലേക്ക് തിരിയുന്ന ഇടവഴി എത്തിയപ്പോൾ ഞാൻ അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. സാവിത്രി. എന്നെ വിളി കേട്ടിട്ടും അവൾ നിന്നില്ല. അവൾ ശീഘ്രം നടക്കുകയാണ്. താഴേക്കാവിനരികിലുള്ള ഇടവഴിയിലൂടെ പോയാലും എന്റെ തറവാട്ടിലെത്താം. പക്ഷേ ആ വഴി കുറച്ചേറെ ദൂരം നടന്നാലേ വീട്ടിലെത്തൂ. താത്രിക്കുട്ടി. ഞാൻ ഉറക്കെ വിളിച്ചു. ഇത്തവണ ആരോ പിടിച്ചു നിർത്തിയതുപോലെ അവൾ നിന്നു. ഇയാൾ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്? അല്പം ദേഷ്യത്തിലാണ് അവളുടെ ചോദ്യം. ഞാൻ ഉടനെ എന്റെ ബാഗിൽ നിന്ന് ഒരു ബുക്കെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇതെടുത്തോ. ഇനി ബുക്കില്ലാന്ന് പറഞ്ഞ് ആ കുമാരൻ മാഷ് താത്രിയെ ഉപദ്രവിക്കില്ലല്ലോ. അവൾ ഞാൻ നീട്ടിപ്പിടിച്ച ആ ബുക്കിലേക്കും എന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. ബുക്കുണ്ടെങ്കിലും അയാൾ ഓരോരോ കാരണം പറഞ്ഞ് എന്നെ വല്ലാണ്ട് ഉപദ്രവിക്കും. ആ മാഷ് ചീത്തയാ. അത്രയും പറഞ്ഞ് ബുക്ക് വാങ്ങാൻ കൂട്ടാക്കാതെ സാവിത്രി തന്റെ നടപ്പ് തുടർന്നു. ഒന്ന് നിന്നേ, ഞാൻ പറയട്ടെ. ഞാനും താത്തയുടെ പിന്നാലെ ശീഘ്രം നടന്നു. അയാൾ നന്നായി കണക്ക് പഠിപ്പിക്കും. ഇടയ്ക്ക് തല്ലൊക്കെ തരും. നിനക്ക് തല്ല് കിട്ടുന്നത് കൊണ്ടാണോ അയാളെ നിനക്കിഷ്ടമല്ലാത്തത്? ഞാൻ അത് പറഞ്ഞു തീർന്നതും അവൾ തന്റെ സഞ്ചിയിലിരുന്ന ഒരു പഴയ ബുക്കെടുത്ത് എന്റെ മുന്നിലേക്ക് നിവർത്തി കാണിച്ചു. ദാ നോക്കൂ, ഇതെല്ലാം ശരിയാണ്. എന്നാലും ആ മാഷ് എന്റെ ബുക്കിൽ മാത്രം ശരിയിടുകയില്ല. പരീക്ഷയ്ക്കും എനിക്ക് മാർക്ക് തരാറില്ല. വലിയ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണമെങ്കിൽ അയാൾ പറയുന്നത് പോലെയൊക്കെ ചെയ്യണമെന്നാ പറയുന്നത്. ഞാൻ അവളുടെ ആ പഴയ ബുക്ക് വാങ്ങിച്ചു നോക്കി. അതിൽ ചെയ്തിരിക്കുന്ന എല്ലാ കണക്കുകളും ശരിയാണ്. പക്ഷേ അതെല്ലാം ചുവന്ന മഷി കൊണ്ട് വെട്ടിയിരിക്കുകയാണ്. കണക്ക് ശരിയാക്കിയാലും അയാൾ എന്റെ തുടയിൽ നുള്ളു. ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്റെ പാവാട ഉയർത്തി ചൂരലുപടി കൊണ്ട് തല്ലും. ആ മാഷിനെ ഭയന്ന ഞാൻ പലപ്പോഴും സ്കൂളിൽ വരാത്തത്. അമ്മ നിർബന്ധിച്ചാൽ പോലും ഞാൻ ക്ലാസ്സിൽ വരത്തില്ലായിരുന്നു. നിനക്കിക്കാര്യം ഹെഡ് മാസ്റ്ററിനോട് പറയാൻ വയ്യായിരുന്നു. ഞാനതിന് ശ്രമിച്ചതാ. പക്ഷേ നാരായണി മുത്തശ്ശി ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് മാഷ് എന്നെ ഭീഷണിപ്പെടുത്തി. മുത്തശ്ശി കൂടി ഇല്ലാണ്ടായാൽ പിന്നെ എനിക്കാരാ ഉള്ളത്? അതാ ഞാൻ എല്ലാം ക്ഷമിക്കുന്നത്. സാവിത്രി വിതുമ്പി. ഞാൻ നിർബന്ധപൂർവം എന്റെ കയ്യിലിരുന്ന ആ നോട്ട്ബുക്ക് അവളുടെ സഞ്ചിയിലേക്ക് വെച്ചു. അടുത്ത 2 ദിവസത്തേക്ക് സാവിത്രിയെ ഞാൻ കണ്ടില്ല. അവൾ സ്കൂളിലും വന്നില്ല. പിന്നെ ഒരു തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ സാവിത്രിയെ കാണുന്നത്. അന്ന് സാവിത്രി എന്റെ ചെറിയമ്മ സമ്മാനമായി നൽകിയ സ്വർണ്ണ പൊട്ടുള്ള ചുവന്ന പട്ടുതുണിയിൽ തയ്പ്പിച്ച ധാവണി ഉടുത്തുകൊണ്ടാണ് സ്കൂളിൽ വന്നത്. അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ലാസ്റ്റ് പീരീഡിന് മുൻപുള്ള ഇന്റർവെല്ലിൽ കഞ്ഞിപ്പുരയ്ക്കരികിൽ നാരായണി മുത്തശ്ശിയും രാധമ്മ ടീച്ചറും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ അവിടേക്ക് ചെന്നത്. രാധ ടീച്ചർ ഞങ്ങളുടെ പാട്ട് ടീച്ചറാണ്. ആളൊരു പാവമാണ്. അവർക്കെല്ലാവരോടും വലിയ സ്നേഹമാണ്. കഞ്ഞിപ്പുരയ്ക്കപ്പുറം മാറിയുള്ള ഒരു തൂണിനരികിൽ നിന്ന് എന്നെ അവർ കണ്ടില്ല. താത്തിക്കുട്ടി വലിയ പെൺകുട്ടിയായിരിക്കുന്നു. പാവം, അമ്മയില്ലാത്ത കുട്ടിയാ അവള്. വയസ്സറിയിച്ച ദിവസം അവള് വലിയ വായിൽ കരച്ചില്ലായിരുന്നു ടീച്ചറെ. എന്റെ കുട്ടി വല്ലാണ്ട് പേടിച്ചു പോയി. പിന്നെ ഞാൻ അവളോട് എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു. അവളുടെ അച്ഛനാണെങ്കിൽ
സദാസമയവും കള്ളും കുടിച്ച് കറങ്ങി നടപ്പാ തൊഴില്. എന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെയോ താത്തക്കുട്ടിയുടെയോ കാര്യത്തിൽ അവൻ ഒരു ശ്രദ്ധയുമില്ല. ഇനിയിപ്പോ എന്റെ കുട്ടി വലുതായി. പരിഞ്ഞൻകുട്ടങ്ങളിൽ നിന്ന് അമ്മക്കോഴി തന്റെ കുഞ്ഞിനെ രക്ഷിക്കുന്നത് പോലെ ഈ കിളവിക്ക് ഇനി എത്ര കാലം എന്റെ കുഞ്ഞിനെ നോക്കാനാവുമെന്ന് അറിയില്ല. ശരീരത്തിനോ ആകലില്ല, കണ്ണിന് കാഴ്ചയും കുറഞ്ഞു. എന്നിട്ടും അവളെക്കുറിച്ച് ഓർത്ത ഈ വയസ്സാം കാലത്തും ഞാൻ ഓരോരോ തൊഴിൽ ചെയ്യുന്നത്. ടീച്ചർ സാവിത്രിയെ കണ്ട് ഒരമ്മയെ പോലെ വേണ്ടതെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കണം. അവൾക്ക് ടീച്ചറെ വലിയ കാര്യമാ. രാധ ടീച്ചർ നാരായണി അമ്മയുടെ ഈറനായ കണ്ണുകൾ ഒപ്പുന്നതും അവരെ ആശ്വസിപ്പിക്കുന്നതും കണ്ട് ഞാൻ തിരിഞ്ഞു നടന്നു. വൈകുന്നേരം സ്കൂൾ വിട്ട സമയത്ത് രാധ ടീച്ചർ സാവിത്രിയെ അടുത്തുള്ള ഒരു കടയിലേക്ക് വിളിച്ചുകൊണ്ടു പോകുന്നത് ഞാൻ കണ്ടു. കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് അവൾ തിരിച്ചു വന്നത്. അവളുടെ കൈവശം ആ സമയം 1-2 പുത്തൻ കവറുകൾ ഉണ്ടായിരുന്നു. താഴെക്കാവിന് മുന്നിലുള്ള വഴിയിലൂടെ സാവിത്രിയോടൊപ്പം ഒരുമിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഗേറ്റിന് മുന്നിൽ തന്നെ നിന്നത്. പക്ഷെ എന്നെ കണ്ടിട്ടും ഒന്ന് ചിരിച്ചു പോലും കാണിക്കാതെ യാതൊരു പരിചയവുമില്ലാത്ത ഭാവം നടിച്ച് അവൾ കഞ്ഞിപ്പുരയുടെ അരികിലേക്ക് പോയി. അവിടെ നാരായണി മുത്തശ്ശി ഉണ്ടായിരുന്നു. അവർ അവിടെ കിണറ്റിൻ ചുവട്ടിൽ നിന്ന് കഞ്ഞി വെച്ച പാത്രം കഴുകി വൃത്തിയാക്കുകയായിരുന്നു. പാത്രങ്ങൾ വൃത്തിയാക്കാൻ സാവിത്രിയും അവരോടൊപ്പം കൂടി. മുത്തശ്ശി വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ പാത്രങ്ങളെല്ലാം കഴുകി മിനുക്കി വെച്ചതിന് ശേഷം ബാക്കി വന്ന കഞ്ഞിയും പയറും വലിയൊരു പാത്രത്തിലാക്കി ഇരുവരും ഗേറ്റ് കടന്ന് എന്റെ മുന്നിലൂടെ നടന്നുപോയി. പിന്നീടുള്ള ദിവസങ്ങളിലും ഞാൻ അവളെ കാത്തു നിന്നെങ്കിലും സാവിത്രി എന്നെ കണ്ട ഭാവം നടിച്ചില്ല. അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. സാവിത്രി എന്റെ ഒപ്പം ഇല്ലായിരുന്നെങ്കിലും അന്നെന്തോ താഴെക്കാവിന് മുന്നിലൂടെയുള്ള ആ വഴിയിലൂടെ വീട്ടിലേക്ക് പോകാനാണ് എനിക്ക് തോന്നിയത്. കാവിന് മുന്നിലെത്തിയതും ഇടവഴിക്കരികിലായി കുമാരൻ മാഷിന്റെ പഴയ സ്കൂട്ടർ ഇരിക്കുന്നതായി ഞാൻ കണ്ടു. ഈ വഴിയിൽ അയാൾക്ക് എന്ത് കാര്യമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ചുറ്റുപാടും നോക്കി. പണ്ടുകാലത്തെങ്ങോ ആ കാവിൽ വിളക്ക് തെളിയിക്കലും പൂജയുമൊക്കെ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ കുറെ നാഗശിലകളും ചിത്രകൂടങ്ങളും ഉണ്ടെന്നതല്ലാതെ ആരും അവിടെ പൂജയും നടത്താറില്ല, വിളക്കും തെളിക്കാറില്ല. മാഷിന്റെ സ്കൂട്ടറിന്റെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് ഞാൻ ആ സ്കൂട്ടറിൽ തൊട്ടും തലോടിയും നിന്നപ്പോഴാണ് കാവിലെ മരക്കൂട്ടങ്ങൾക്കിടയിൽ ആരോ ഓടുന്നത് പോലെ ഒരു ശബ്ദം കേട്ടത്. ഞാൻ വേഗം അവിടേക്ക് ചെന്നു. നിലത്താകെ കരിയിലകളാണ്. അത് ഞെരിഞ്ഞവരുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ കാവിനുള്ളിലേക്ക് ചെന്നു. കുറച്ചു മാറി കാട്ടുവള്ളികൾ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ഭാഗത്തായി ഞാൻ കുമാരൻ മാഷിനെ കണ്ടു. അയാളുടെ പുറകുവശമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. തൊട്ടു മുന്നിലുള്ള മരത്തിനോട് ചേർത്ത് നിർത്തിയ നിലയിൽ അയാളുടെ മുന്നിൽ ആരോ ഉണ്ട്. പക്ഷേ അതാരാണെന്ന് എനിക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. ഒരു സൈഡിലൂടെ പച്ച പാവാട തുമ്പ് കണ്ടതോടെ ആ മനുഷ്യനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണെന്ന് ഞാൻ ഊഹിച്ചു. ഇടയ്ക്ക് കേട്ട കരച്ചിൽ ചേലുകളിൽ നിന്ന് ഞാൻ ഉറപ്പിച്ചു അത് ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെ ആയിരിക്കുമെന്ന്. ആ മനുഷ്യൻ ആ പെൺകുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. വളരെ ആയാസപ്പെട്ട് ശ്വാസമെടുക്കുന്നതും പിടയ്ക്കുന്നതുമായ ശബ്ദങ്ങളാണ് ഞാൻ കേട്ടത്. വലിയ വെപ്രാളം തോന്നിയെങ്കിലും ഞാൻ ധൈര്യം കൈവടിയാതെ ചുറ്റുപാടും നോക്കി. തൊട്ടടുത്ത് കണ്ട പൊട്ടിപ്പൊളിഞ്ഞ കിണറിന്റെ കൈവരിയോട് ചേർന്ന് നിറയെ കല്ലുകൾ കിടക്കുന്നുണ്ടായിരുന്നു. അതിലൊരെണ്ണം എടുത്ത് ഞാൻ ആ മനുഷ്യന്റെ തലമണ്ട നോക്കി എറിഞ്ഞു. കല്ല് ശക്തമായി തന്നെ അയാളുടെ തലയുടെ പിന്നിൽ ചെന്ന് പതിച്ചു. വലിയൊരു അലർച്ചയോടെ മാഷ് പിടഞ്ഞുകൊണ്ട് പിന്നിലേക്ക് മലർന്നടിച്ചു വീണു. ഞാൻ ഉടൻ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ കിണറിന്റെ അവശേഷിച്ച കൈവരിക്ക് പിന്നിൽ ഒളിച്ചു. ആ സമയം വരെ അയാളുടെ കൈകൾക്കുള്ളിൽ പിടഞ്ഞ താത്തിക്കുട്ടിയെ ഞാൻ അപ്പോഴാണ് കണ്ടത്. അവൾ ആശ്വാസത്തോടെ പരിസരത്താകമാനം കണ്ണോടിച്ചു. ഞാൻ അനങ്ങിയില്ല. ശബ്ദമുണ്ടാക്കാതെ തന്നെ കിണറിന് പിന്നിൽ പതുങ്ങിയിരുന്നു. താഴെ വീണ പുസ്തകസഞ്ചിയും എടുത്ത് അപ്പോൾ തന്നെ സാവിത്രി അവിടെ നിന്ന് മുന്നും പിന്നും നോക്കാതെ ഓടി. കുമാരൻ മാഷ് അപ്പോഴും നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. അയാൾ വേദനയാൽ ഞരങ്ങുന്നതും മൂളുന്നതും ഞാൻ കേട്ടു. പിന്നെ കുറെ നേരത്തേക്ക് ആ മനുഷ്യന്റെ ശബ്ദമൊന്നും ഞാൻ കേട്ടില്ല.
എനിക്കാകെ പേടിയായി. ഞാൻ എറിഞ്ഞ കല്ല് അയാളുടെ ജീവൻ എടുത്തോ എന്ന് ഞാൻ ഭയന്നു. അയാളുടെ അടുത്ത് ചെന്ന് നോക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. കുമാരൻ മാഷിന്റെ ഒരനക്കവും കേൾക്കാതെ ആയപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്നില്ല. തിടുക്കത്തിൽ കാവിൽ നിന്ന് പുറത്തു കടന്ന് ഞാൻ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു. കുറേ ദൂരം ഓടിയതിനു ശേഷമാണ് ഞാൻ എൻ്റെ ഓട്ടം നിർത്തിയത്. അപ്പോഴേക്കും മാനം ഇരുണ്ടു തുടങ്ങിയിരുന്നു. വലിയൊരു മഴക്കുള്ള തുടക്കമാണ്. നിമിഷ നേരം കൊണ്ട് തന്നെ ആർത്തിരമ്പി വന്ന മഴ താഴേക്ക് പതിച്ചു. ആ മഴയിൽ നനഞ്ഞു കുളിച്ച് ഞാൻ വീണ്ടും ഓട്ടം തുടങ്ങിയപ്പോഴാണ് അങ്ങ് ദൂരെ നിന്ന് കുമാരൻ മാഷിന്റെ സ്കൂട്ടറിന്റെ ശബ്ദം ഞാൻ കേട്ടത്. പകച്ചുപോയ ഞാൻ തിരിഞ്ഞു നോക്കി. 1-2 വളവുകൾക്കപ്പുറമായാണ് ആ സ്കൂട്ടറിന്റെ ശബ്ദം കേൾക്കുന്നത്. ഉടൻ തന്നെ ഞാൻ അവിടെ അടുത്തുള്ള പൊന്തക്കാടിന് പിന്നിൽ ഒളിച്ചു. അല്പനേരത്തിനുള്ളിൽ തന്നെ കുമാരൻ മാഷിന്റെ ആ സ്കൂട്ടർ എന്റെ കൺമുന്നിലൂടെ പാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. അയാൾ ഉടുത്തിരുന്ന മുണ്ടിന്റെ തുമ്പ് കീറി തലയിൽ ചുറ്റിക്കെട്ടിയിരുന്നു. പിന്നിൽ ഷട്ടിൽ ആകമാനം ചോരയായിരുന്നു. ഞാൻ വിചാരിച്ചതുപോലെ എന്റെ ഏറുകൊണ്ട് അയാൾ മരിച്ചില്ല എന്ന് മനസ്സിലായതോടെ എനിക്ക് വലിയ ആശ്വാസമായി. അന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്ന് കയറിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഉറക്കത്തിൽ കിടന്ന് പിച്ചുമ്പയും വിളിച്ചു പറഞ്ഞ എന്നെ അച്ഛൻ വിളിച്ചുണർത്താൻ നോക്കി. ഞാൻ ഉണരാത്തതിനാൽ എന്റെ നെറ്റിക്ക് കൈവച്ച് കൃഷ്ണന് നന്നായി പനിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് ഞാൻ പാതി മയക്കത്തിലും കേട്ടു. 3 ദിവസം ഞാൻ പനിച്ചൂടിൽ തളർന്നുറങ്ങി. സർക്കാർ ആശുപത്രിയിൽ ചെന്ന് വിവരം പറഞ്ഞ് മരുന്ന് വാങ്ങി എന്നെ അച്ഛൻ കഴിപ്പിച്ചെങ്കിലും എന്റെ പനിക്ക് ഒരു കുറവും ഉണ്ടായില്ല. എന്റെ നെറ്റിത്തടത്തിൽ ഒരു തണുത്ത കൈയുടെ സ്പർശനമേറ്റാണ് 3-ാം ദിവസം വൈകിട്ട് ഞാൻ കണ്ണു തുറന്നത്. മുന്നിൽ നാരായണ മുത്തശ്ശിയെ കണ്ടപ്പോൾ എനിക്ക് ആകെ അത്ഭുതമായി. കൃഷ്ണനുണ്ണിക്ക് പേടിപ്പനി പിടിച്ചതാ. എന്റെ കുട്ടി എന്തോ കണ്ട് പേടിച്ചതാണ്. ഈ പച്ചമരുന്ന് കഷായം 3 നേരം കുടിച്ച് കുളിച്ചിട്ട് ഈ ഭസ്മവും തൊട്ടാൽ പനി പമ്പ കടക്കും. നാരായണി മുത്തശ്ശി തന്റെ മുറുക്കാൻ കറി പിടിച്ച പല്ല് കാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മുറ്റത്ത് നിന്ന് ചെറിയമ്മയുടെയും താത്തക്കുട്ടിയുടെയും സംസാരം കേട്ടപ്പോൾ അവളെ ഒന്ന് കാണുമെന്ന് ഞാൻ ആശിച്ചു പോയി. പക്ഷേ അവൾ അകത്തേക്ക് വന്നില്ല. പിന്നെയും 3 ദിവസം കഴിഞ്ഞാണ് ഞാൻ സ്കൂളിൽ പോയത്. നാരായണിയമ്മയുടെ കഷായം ഏറ്റു. 3 ദിവസം കയ്പും ചവർപ്പുമുള്ള ആ കഷായം അകത്ത് ചെന്നപ്പോഴേ പനി മാറി ഞാൻ പഴയതുപോലെ ഉഷാറായി. അല്ലെങ്കിലും ഈ നാരായണിയമ്മയുടെ പച്ചമരുന്നിലും പഥ്യത്തിലും ഞങ്ങൾ പല്ലന്തുരുത്തുകാർക്ക് വലിയ വിശ്വാസമാണ്. സ്കൂളിൽ ചെന്ന സമയത്ത് ആദ്യം ഞാൻ സ്റ്റാഫ് റൂമിന് മുന്നിലുള്ള ഷെഡിലേക്കാണ് നോക്കിയത്. അവിടെ കുമാരൻ മാഷിന്റെ സ്കൂട്ടർ ഇല്ലായിരുന്നു. മാഷിന് ഒരു വണ്ടി ആക്സിഡന്റ് ഉണ്ടായെന്നും ആളിന്റെ തല പൊട്ടി കുറെ ചോര പോയെന്നും അതുകൊണ്ട് അവധിയെടുത്ത് മൂപ്പര് നാട്ടിൽ പോയെന്നും ഒരു സുഹൃത്ത് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് ആശ്വാസം തോന്നി. അന്ന് വൈകുന്നേരവും ഞാൻ ഗേറ്റിന് മുന്നിൽ സാവിത്രിയെ കാത്തുനിന്നു. എന്നെ കണ്ടപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, കൃഷ്ണേട്ടന്റെ പനി മാറിയോ? ഞാൻ മാറി എന്ന അർത്ഥത്തിൽ ഒന്ന് മൂളി. അവൾ വീട്ടിലേക്ക് നടന്നപ്പോൾ ഞാനും താത്തയുടെ ഒപ്പം നടന്നു. സാവിത്രിക്കുട്ടി അതിൽ പരിഭവമൊന്നും കാട്ടാത്തതുകൊണ്ട് ഞാൻ വളവ് തിരിഞ്ഞ് താഴേക്കാവിന് അരികിലേക്ക് അവളോടൊപ്പം നടന്നു. ഞങ്ങൾക്ക് മുൻപും പിൻപുമായി 5-6ഓളം കുട്ടികൾ വേറെയുമുണ്ട്. എല്ലാം പീക്കിരികളാണ്. താഴേക്കാവിന് മുന്നിലെത്തിയപ്പോൾ ഞാൻ സാവിത്രിക്കുട്ടിയോട് പറഞ്ഞു, താത്തക്കുട്ടി, അന്ന് ഞാനാ കുമാരൻ മാഷിനെ കല്ലുകൊണ്ട് എറിഞ്ഞത്. ഞാൻ വിചാരിച്ചത് എന്റെ ഏറുകൊണ്ട് അയാൾ ചത്തെന്നാ. ഞാൻ പറഞ്ഞത് കേട്ട് അവൾ വായും പൊളിച്ച് നിന്നുപോയി. മാഷ് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ഞാൻ കണ്ടു എന്നറിഞ്ഞപ്പോൾ ആദ്യം അവളിലൊരു അങ്കലാപ്പുണ്ടായി. പിന്നീട് സംഭവിച്ച കാര്യങ്ങളും ഞാൻ സാവിത്രിയോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അന്നുണ്ടായ കാര്യങ്ങൾ അവളും എന്നോട് വിശദീകരിച്ചു. മാഷിന് ഈ വഴിയെ വരേണ്ട ഒരാവശ്യവുമില്ല. വളവ് തിരിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് എവിടേക്ക് നടന്നു പോകുന്നത് മെയിൻ റോഡിൽ വെച്ച് അയാൾ കണ്ടു കാണും. അതാ അയാൾ എന്റെ പുറകെ വന്നത്. അയാളുടെ സ്കൂട്ടറിന്റെ ഒച്ച കേട്ടപ്പോഴേ ഞാൻ പാഞ്ഞോടിയതാ. പക്ഷേ മാഷ് എന്റെ മുന്നിൽ തന്നെ
സ്കൂട്ടർ കൊണ്ടുവന്ന് നിർത്തി എന്നെ തടഞ്ഞു. അയാളിൽ നിന്ന് രക്ഷപ്പെടാനാ ഞാൻ കാവിലേക്ക് ഓടിക്കയറിയത്. കൃഷ്ണേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ... ബാക്കി പറയാൻ അവളെ ഞാൻ അനുവദിച്ചില്ല. അതിനു മുൻപേ ഞാൻ അവളുടെ വാപുത്തി. അവൾ ചിരിച്ചുകൊണ്ടാണ് എന്റെ കൈപ്പത്തി തട്ടിമാറ്റിയത്. അന്നു മുതൽ ഞാനും സാവിത്രിയും വലിയ കൂട്ടായി. ആ കൂട്ടുകെട്ട് പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി. ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്നതുവരെയും ഞങ്ങൾ ഒരുമിച്ച് താഴേക്കാവിന് അരികിലൂടെയാണ് വീട്ടിലേക്ക് പോയിരുന്നത്. എന്റെ കല്ലേറുകൊണ്ട് പരിക്ക് പറ്റിയ കുമാരൻ മാഷിന് തൊട്ടടുത്ത വർഷം തന്നെ സ്ഥലമാറ്റം കിട്ടി എവിടേക്കോ പോയി. ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം മറ്റാരും അറിയാതിരിക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കാലം കടന്നുപോയി. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പട്ടാളത്തിൽ ചേർന്നു. എനിക്ക് ജോലി കിട്ടിയതിൽ സാവിത്രിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഒപ്പം തന്നെ വലിയ സങ്കടവും. കാരണം ഞാൻ നാട് വിട്ട് അവളെ പിരിഞ്ഞു നിൽക്കുന്നത് സാവിത്രിയിൽ അസഹനീയമായ ദുഃഖമുണ്ടാക്കി. ജോലി കിട്ടി ഒന്ന് സെറ്റിലാകുമ്പോഴേക്കും അവളെ വിവാഹം കഴിച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകാമെന്ന് ഞാൻ സാവിത്രിക്ക് വാക്കുകൊടുത്തിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ശ്രീനഗറിലായിരുന്നു. ഓരോ വർഷം കഴിയുന്തോറും തിരക്കുകൾ കൂടിക്കൂടി വന്നു. ആദ്യമൊക്കെ എല്ലാ മാസവും ഞാൻ അവൾക്ക് കത്തുകൾ എഴുതിയിരുന്നു. പിന്നീടത് വല്ലപ്പോഴുമായി. 10ാം തരത്തിൽ സാവിത്രി സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. പാട്ട് ടീച്ചറായ രാധ ടീച്ചറിന്റെ സഹായത്തോടെ അവൾ തുടർന്നും പഠിക്കുന്നുണ്ടെന്ന് അവൾ കത്തിലൂടെ എന്നെ എഴുതി അറിയിച്ചിരുന്നു. വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞുപോയി. അതിനിടയിൽ ഞാൻ 2 തവണ നാട്ടിൽ വന്നുപോയി. 2 തവണയും ലീവ് തീരുന്നതുവരെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിനു മുൻപേ മേലുദ്യോഗസ്ഥന്റെ വിളി വന്നു കഴിഞ്ഞിരുന്നു. എനിക്ക് തിരിച്ചു പോകേണ്ടതായി വന്നു. ഇതിൽ 2ാമത്തെ തവണ വന്നപ്പോഴാണ് എനിക്ക് സാവിത്രിയെ കണ്ട് സംസാരിക്കാനായത്. നാരായണൻ മുത്തശ്ശി മരിച്ചതും അവൾക്കവിടെ അടുത്ത് തന്നെയുള്ള ചെറിയൊരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി കിട്ടിയ കാര്യവും അവൾ എന്നെ അറിയിച്ചു. ഒപ്പം തന്നെ മദ്യപാനിയായ അച്ഛൻ കാരണം ആ പാവം വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ടെന്നും ഞാൻ അറിഞ്ഞു. സാവിത്രിക്ക് ജോലി കിട്ടിയ കാര്യം കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്തായാലും അടുത്ത തവണ വരുമ്പോൾ ഒരുങ്ങിയിരിക്കണമെന്നും കൂടെ കൊണ്ടുപോകാമെന്നും ഞാൻ ഉറപ്പു കൊടുത്തിരുന്നു. പിന്നെയും 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സാവിത്രിയെ വിളിച്ച് ആ സന്തോഷ വാർത്ത അറിയിച്ചു. ആ വർഷം പകുതിക്ക് എനിക്ക് നാട്ടിൽ വരാൻ കഴിയുമെന്നും എന്നെ സ്വീകരിക്കാൻ അവൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകണമെന്നും ഞാൻ ശാഠ്യം പിടിച്ചു. നാട്ടിൽ വന്നെത്തുന്ന അന്ന് തന്നെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി അവളെ താലി കെട്ടിയിട്ടേ ഞാൻ സ്വന്തം വീട്ടിലേക്ക് പോകൂ എന്നും ഞാൻ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നീങ്ങി. നാട്ടിലേക്കുള്ള ട്രെയിനിൽ ടിക്കറ്റ് കിട്ടിയ കാര്യം ഞാൻ സാവിത്രിയെ വിളിച്ചറിയിച്ചു. ഡേറ്റ് അനുസരിച്ച് ഞാൻ വന്നിറങ്ങുന്ന ദിവസം തന്നെ അവൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുമെന്ന് എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തു. നാട്ടിലേക്ക് തിരിക്കുന്ന അന്ന് തന്നെ ഞാൻ സാവിത്രിയെ വിളിച്ച് സംസാരിച്ചു. അവൾ വലിയ സന്തോഷത്തിലായിരുന്നു. ഒരുപാട് നാൾ മനസ്സിൽ കൊണ്ടു നടന്ന ഞങ്ങളുടെ വലിയ ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത്. അന്ന് രാവിലെ തന്നെ ഞാൻ ഒരുങ്ങിയിറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. പക്ഷേ എനിക്ക് പോകേണ്ട ട്രെയിൻ എന്റെ മുന്നിൽ വന്ന് നിന്നിട്ടും എനിക്കതിൽ പോകാൻ കഴിഞ്ഞില്ല. കാരണം ഒരു എമർജൻസി സിറ്റുവേഷനിൽ എന്റെ ലീവ് ക്യാൻസൽ ചെയ്തുകൊണ്ട് 2 സഹപ്രവർത്തകർ എന്നെ വിളിക്കാനായി റെയിൽവേ സ്റ്റേഷനിൽ എന്റെ മുന്നിൽ വന്ന് നിൽക്കുകയായിരുന്നു. ഞാൻ അവരോട് കെഞ്ചിയെങ്കിലും എനിക്ക് അപ്രാവശ്യം ലീവ് കിട്ടിയില്ല. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഞാൻ എത്താഞ്ഞതിനാൽ ഓഫീസിലെ ലാൻഡ് ഫോണിലേക്ക് സാവിത്രി ഒരുപാട് തവണ വിളിച്ചിരുന്നു. അവളോട് ഇനിയും ഒരു ഒഴിവ് കിഴിവ് പറയാൻ കഴിയാഞ്ഞതിനാൽ ഞാനന്ന് സാവിത്രിയോട് സംസാരിച്ചില്ല. എനിക്കറിയാമായിരുന്നു എത്ര കാലം വേണമെങ്കിലും അവൾ എനിക്കായി കാത്തിരിക്കുമെന്ന്. അന്നത്തേതിൽ പിന്നെ സാവിത്രി എന്നെ ഫോൺ വിളിക്കുകയോ കത്തുകൾ എഴുതുകയോ ചെയ്തില്ല. ആള് വലിയ ദേഷ്യത്തിലായിരിക്കുമെന്ന് ഞാനും കരുതി. അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് അറിയാഞ്ഞതിനാൽ ഞാനും അവളെ വിളിച്ചില്ല. ഇനി സംസാരിക്കുകയാണെങ്കിൽ അത് നേരിൽ കണ്ടിട്ട് മാത്രമായിരിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. 1.5 വർഷം കഴിഞ്ഞാണ് ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ഞാൻ വന്ന കാര്യം താത്രിക്കുട്ടി അറിഞ്ഞുവോ ആവോ. ഇന്നലെ വൈകിട്ടാണ്
വീട്ടിൽ വന്ന് കയറിയത്. മല്ലികയുടെ വിവാഹത്തിന് പങ്കെടുക്കാനാണ് ലീവിനെ അപേക്ഷിച്ചത്. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ 1 മാസത്തെ ലീവ് കിട്ടി. വീണ്ടും ട്രെയിൻ കയറാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുമ്പോൾ ലീവ് ക്യാൻസലാക്കിയെന്ന് അറിയിച്ച് വന്നാലോ എന്ന് ഭയന്ന് ലീവ് എടുത്ത കാര്യം വീട്ടിൽ വിളിച്ച് പറയാനോ സാവിത്രിയോട് പറയാനോ ധൈര്യം തോന്നിയില്ല. അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. നാളെ നേരം വെളുക്കുമ്പോഴേ ആദ്യം എന്റെ താത്തക്കുട്ടിയെ ചെന്ന് കാണണം. ഇത്രയും വലിയൊരു കാത്തിരിപ്പ് കൊടുത്തതിൽ അവളോട് ക്ഷമ ചോദിക്കണം. ആ രാത്രിയിൽ എനിക്ക് ഉറക്കം വന്നതേയില്ല. ഒരു വിധമൊന്നും നേരം വെളുപ്പിച്ചെടുത്തപ്പോഴാണ് അമ്മ വന്ന് അറിയിച്ചത്. മല്ലികയുടെ ചെക്കൻ വീട്ടിൽ നിന്ന് കുറച്ചു പേർ വരുമെന്നും ഞാൻ വീട്ടിലുണ്ടാകണമെന്നും. അതോടെ എനിക്ക് വലിയ ദേഷ്യം തോന്നി. എങ്കിലും മനസ്സിൽ ആ ദേഷ്യം പുറത്ത് പ്രകടിപ്പിക്കാതെ ഞാൻ അന്ന് വൈകുന്നേരം വരെ വീട്ടിൽ തന്നെ നിന്നു. അതിഥികൾ വന്നു പോയപ്പോഴാണ് ഞാൻ പുറത്തേക്കിറങ്ങിയത്. സന്ധ്യയായി തുടങ്ങുന്നതേയുള്ളൂ. പഴയ വഴിയോര കാഴ്ചകളെല്ലാം വളരെയേറെ മാറിപ്പോയിരുന്നു. കാട് പിടിച്ചു കിടന്ന വഴിയരികിൽ നിറയെ കടകൾ. ഓലമേഞ്ഞ പല വീടുകളുടെയും സ്ഥാനത്ത് ഇരുനില കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്നു. ഞങ്ങൾ പഠിച്ചിരുന്ന ആ സർക്കാർ സ്കൂളിന് മുന്നിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു. പുതിയ പെയിന്റ് അടിച്ചിട്ടുണ്ടെന്നല്ലാതെ ആ സർക്കാർ സ്കൂളിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. ഞാൻ അതിന്റെ ഇരുമ്പ് ഗേറ്റിലൂടെ സ്കൂൾ മുറ്റത്തേക്ക് നോക്കി കുറച്ചു നേരം നിന്നു. പിന്നെ മെയിൻ റോഡിലൂടെ നടന്ന് വളവ് തിരിഞ്ഞ് താഴേക്കാവിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. ആ വഴിയിലൂടെ അധികം ആൾക്കാർ പോകാഞ്ഞതുകൊണ്ടാവാം ടാറിടാത്ത ആ റോഡ് അവിടെ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞു കാണപ്പെട്ടു. ആ റോഡിന് ഇരുവശവും നിറയെ കാട്ടുചെടികൾ പൂത്തു നിന്നിരുന്നു. മൂവന്തി നേരത്ത് മാനമാകെ ചുവന്നു തൊടുത്ത് കാണപ്പെട്ടു. ആഹാരം തേടിപ്പോയ പക്ഷിക്കൂട്ടങ്ങളൊക്കെയും ചിലച്ചുകൊണ്ട് കൂടണയാനായി മടങ്ങിപ്പോകും. അവയിൽ ചിലതെല്ലാം കാവിലെ വൻമരങ്ങളിൽ ചേക്കേറി. കുറ്റിക്കൂട്ടങ്ങളുടെ ചെറുകടി ഒച്ച കേട്ടുകൊണ്ട് ഞാൻ തിടുക്കത്തിൽ മുന്നോട്ട് നടന്ന സമയത്താണ് പിന്നിൽ ഏറെ പരിചിതമായ ആ ശബ്ദം ഞാൻ കേട്ടത്. എപ്പോഴാ നാട്ടിലെത്തിയത്? അത് താത്തക്കുട്ടിയായിരുന്നു. അവൾക്ക് സർപ്രൈസ് കൊടുക്കാനായി ചെന്ന ഞാൻ അവളെ കണ്ട് ആകെ സർപ്രൈസായി. അവളുടെ മുഖത്ത് ഒരു പിണക്കമോ പരിഭവമോ കാണാനില്ല. തികച്ചും സൗമ്യമായിരുന്നു അവളുടെ മുഖഭാവം. മുൻപത്തെക്കാൾ ഏറെ അവൾ സുന്ദരിയായിരിക്കുന്നു. ഞാൻ അവളുടെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ? അവൾ സൗമ്യഭാവത്തിൽ പറഞ്ഞു, എന്തിന്? കൃഷ്ണേട്ടനു വേണ്ടി എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എന്തിനാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്? ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് താഴെ കാവിന് മുന്നിലെത്തി. കാവിനും പരിസരത്തിനും മുൻപത്തതിനേക്കാൾ ഏറെ മാറ്റമുണ്ടായിരുന്നു. പണ്ട് കാട് പിടിച്ചു കിടന്ന സ്ഥലമെല്ലാം നന്നായി വൃത്തിയാക്കിയിരിക്കുന്നു. കാട്ടുപൊന്തയിൽ മറഞ്ഞുപോയ നാഗശിലകളും ചിത്രകൂടങ്ങളും ഇപ്പോൾ നന്നായി കാണാം. യക്ഷിയമ്പലത്തിന് മുന്നിലെ കൽവിളക്കിൽ പോലും തിരികൾ തെളിഞ്ഞു നിന്നിരുന്നു. താഴേക്കാവിലെ ആ മാറ്റം എന്നിൽ കൗതുകമുണർത്തി. ഇവിടം വൃത്തിയാക്കാനും വിളക്ക് തെളിയിക്കാനും ആളായോ? എന്റെ ചോദ്യത്തിന് അവൾ വെറുതെ ഒന്ന് മൂളി. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കാൻ നിനക്ക് പേടിയില്ലേ താത്രി? എനിക്കിപ്പോൾ ഒരു മനുഷ്യനെയും പേടിയില്ല. അവളുടെ ആ മറുപടി കേട്ട് ഞാൻ സംശയത്തോടെ താത്രിയുടെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി. കൃഷ്ണേട്ടൻ്റെ അടുത്തുള്ളപ്പോൾ ഞാൻ ആരെ പേടിക്കാനാ? നിന്നെ കണ്ടില്ലെങ്കിൽ നിന്റെ അച്ഛൻ തിരക്കില്ലേ? നേരം നന്നായിട്ട് ഇരുട്ടിയല്ലോ. നേരം ഇരുട്ടിയാലും വെളുത്താലും അച്ഛൻ എന്നെ തിരക്കാൻ പോണില്ല. അങ്ങേരിപ്പോൾ ഒരു 2ാം കെട്ട് കെട്ടി സുഖമായി താമസിക്കുകയല്ലേ? അവളുടെ ആ സംസാരത്തിൽ ദുഃഖം നിഴലിച്ചു. ഇത്തവണ എനിക്ക് 1 മാസം ലീവ് കിട്ടിയിട്ടുണ്ട്. മല്ലികയുടെ വിവാഹം കഴിഞ്ഞാൽ താത്തയുടെ കാര്യം ഞാൻ അച്ഛനോട് പറയാം. വീട്ടുകാരുടെ എല്ലാം സമ്മതത്തോടെ വിവാഹം കഴിക്കുന്നതല്ലേ കൂടുതൽ നല്ലത്. ഇനി അവർ സമ്മതിച്ചില്ലെങ്കിലും മടങ്ങിപ്പോകുമ്പോൾ ഞാൻ തന്നെയും കൊണ്ടുപോയിരിക്കും. അവൾ ഒരു മറുപടിയും പറയാതെ എന്നെ നോക്കി വെറുതെ ചിരിച്ചു. താഴെക്കാവിലെ കൽവിളക്കിനരികിലെ ആൽത്തറയിൽ അവൾ ഇരുന്നു. ഞാൻ അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു. അവളുടെ വലിയ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കുന്തോറും ഞാൻ മറ്റേതോ ഒരു ലോകത്തിൽ എത്തിപ്പെട്ടതുപോലെ എനിക്ക് തോന്നിപ്പോയി. ആലിലകളെ ആകമാനം വിളിച്ചുകൊണ്ട് എവിടെ നിന്നോ
ഒരു കുളിർക്കാറ്റപ്പോൾ വീശിയെത്തി. ആ കാറ്റിൽ മനം മയക്കുന്ന ഒരുതരം കാട്ടുപൂക്കളുടെ സുഗന്ധം അലിഞ്ഞു ചേർന്നിരുന്നു. ഉന്മാദമുണ്ടാക്കുന്ന പരിമളം എന്റെ മൂക്കിലേക്ക് ഇരച്ചു കയറിയതും കാറ്റിൽ പറന്നു പോകുന്നൊരു തൂവല് പോലെ ഞാൻ എങ്ങോട്ടോ പാറിപ്പറന്നു പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. നേരം പുലരുവോളം ഞാൻ എൻ്റെ താത്തക്കുട്ടിയോടൊപ്പം ആ കാവിൽ ചിലവഴിച്ചു. അവളോടൊത്തുള്ള ഓരോ നിമിഷങ്ങളിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് അവൾ എനിക്ക് സമ്മാനിച്ചത്. നിശാചരന്മാരായ കൂമന്മാരുടെ കൂക്കുവിളിയും ചിറകടിയും കേട്ടുകൊണ്ട് ഞാൻ അവളെ എൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു കിടന്നു. ബലിഷ്ഠമായ എൻ്റെ കൈകൾക്കുള്ളിൽ അവൾ ഏറെ സുരക്ഷിതയാണ് എന്നതുപോലെ താത്തക്കുട്ടി എൻ്റെ നെഞ്ചിലേക്ക് തലചായ്ച്ച് എൻ്റെ ഹൃദയത്തുടിപ്പുകൾ അറിഞ്ഞുകൊണ്ട് കണ്ണടച്ചങ്ങനെ കിടന്നു. അവളുടെ അഴിഞ്ഞുളഞ്ഞ നീലൻ തലമുടിക്ക് ഏഴിലും പാലപ്പൂക്കളുടെ ഗന്ധമായിരുന്നു. ആ രാത്രിയിൽ എപ്പോഴോ പാതിരാക്കുഴി കൂവുന്നത് കേട്ടാണ് ഞാൻ മയക്കം വിട്ടുണർന്നത്. യക്ഷി അമ്പലത്തിന് മുന്നിലെ കൽവിളക്കിൽ തെളിഞ്ഞു നിന്ന് പല തിരികളും എണ്ണ വറ്റിത്തീർന്ന് കരിന്തിരി കത്തിത്തുടങ്ങിയിരുന്നു. അരണ്ട വെളിച്ചത്തിൽ ഞാൻ അവിടെയെല്ലാം താത്രിയെ തിരഞ്ഞു. അവൾ എന്നോട് പറയാതെ പോയതിൽ എനിക്ക് അവളോട് ചെറിയൊരു പരിഭവം തോന്നിപ്പോയി. ആൽത്തറയിൽ അവിടെ ഇവിടെയായി കണ്ട പാലപ്പൂക്കൾ പെറുക്കിയെടുത്ത് ഞാൻ എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ടു. കഴിഞ്ഞുപോയ രാത്രിയിൽ സാവിത്രിയോടൊപ്പം ചെലവിട്ട സുന്ദരമായ നിമിഷങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് നടന്നത്. തറവാട്ടിലുള്ളവർ ഉണരും മുമ്പേ ഞാൻ എൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു കിടന്നു. രാവിലെ ഒരു കപ്പ് ചായയുമായി എന്നെ വിളിച്ചുണർത്തിയത് മല്ലികയായിരുന്നു. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ കുമാരിയിൽ നിന്ന് ശ്രീമതിയാകാൻ പോകുന്നവൾ. വിവാഹം അടുത്ത് വരുന്തോറും അമ്മയുടെ മേൽനോട്ടത്തിൽ ഓരോരോ ചടങ്ങുകളാണ്. മല്ലികയുടെ ആഹാര രീതിയിലും ഉടുത്തൊരുങ്ങലിൽ പോലും കൃത്യമായ ചിട്ടവട്ടങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഞ്ഞൾ തേച്ചുള്ള കുളിയും 2 നേരമുള്ള അമ്പലത്തിൽ പോക്കും സമയം തെറ്റാതെയുള്ള ആഹാരമൂട്ടലും അങ്ങനെ പലതും. മല്ലിക അമ്മ പറയുന്നത് പോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഒരു കുടുംബിനി എങ്ങനെയായിരിക്കണം, അവൾ ഭർത്താവിനോടും അയാളുടെ വീട്ടുകാരോടും എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള ക്ലാസും തറവാട്ടിലുള്ള തലമൂത്തവർ മല്ലികയ്ക്ക് മുറക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സമപ്രായക്കാരായ ഒരു കൂട്ടം പെൺകുട്ടികൾ അവളോടൊപ്പം എപ്പോഴുമുണ്ട്. സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി അവരുടെ വകയായുള്ള പരീക്ഷണങ്ങളും മല്ലിക ചെയ്തു പോരുന്നുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെറിയമ്മയാണ് നേതൃത്വം വഹിക്കുന്നത്. പക്ഷെ ഈയിടെയായിട്ട് ചെറിയമ്മയ്ക്ക് ആരോടും മിണ്ടാട്ടമില്ല. എന്തായാലും വിവാഹം അടുത്ത് വരുന്തോറും അവളുടെ മുഖകാന്തിയും സന്തോഷവും ഒക്കെയും വർദ്ധിച്ചു വരികയാണ്. എന്റെ താത്രിക്കും ഇങ്ങനെയുള്ള ആശകൾ ഉണ്ടായിരിക്കണം. അവൾക്ക് ഇങ്ങനെയുള്ള ചിട്ടവട്ടങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവളെ ഒരുക്കാനും ആരാണുള്ളത്? ഒരു സുപ്രഭാതത്തിൽ ഓടിപ്പോയി കല്യാണം കഴിച്ചാൽ വീട്ടുകാരുടെ സപ്പോർട്ട് കിട്ടില്ല എന്ന് വരാം. അത് പിന്നീട് വലിയൊരു പോരായ്മ തന്നെയായിരിക്കും. മല്ലികയുടെ വിവാഹം കഴിഞ്ഞാൽ അച്ഛനോട് സാവിത്രിയുടെ കാര്യം പറയണം. ആദ്യമൊന്നും സമ്മതിക്കില്ല. വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. എന്തായാലും എന്റെ വാശിക്ക് മുന്നിൽ അവർ വഴങ്ങുമായിരിക്കും. പലതും ഓർത്ത് ചായ കുടിച്ചു തീർന്നപ്പോഴേക്കും മല്ലികയുടെ കൊലുസിന്റെ കിലുക്കം വീണ്ടും വാതിക്കൽ കേട്ടു. ചായക്കപ്പം എടുത്ത് പോകാൻ നേരം അവൾ എന്നോട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് എവിടേക്കും പോകരുതേ. നമ്മുടെ മാമലക്കാവിൽ ഒരു പൂജയും വഴിപാടുമൊക്കെയുണ്ട്. ചെറിയമ്മയ്ക്ക് ഈയിടെയായി തീരെ ഉറക്കമില്ല. പേടി തട്ടിയതുപോലെയാ. പല ഡോക്ടറെയും കാണിച്ചു നോക്കി, ഒരു മാറ്റവുമില്ല. ഈ പൂജ കൊണ്ട് ചെറിയമ്മയുടെ അസുഖമൊക്കെ മാറുമെന്നാ വലിയ ശാന്തി പറയുന്നത്. ഏട്ടൻ വൈകിട്ട് കാവിലുണ്ടായിരിക്കണം കേട്ടോ. ഞാൻ തലയാട്ടി സമ്മതിച്ചു. ഇവിടെയുള്ളവരെല്ലാം ഏത് യുഗത്തിലാണോ താമസിക്കുന്നത്. എന്തിനും ഏതിനും പൂജയും വഴിപാടും. നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നാലും അതൊന്നും ചെയ്യുകയില്ല. ഇനിയിപ്പോ ഇന്നത്തെ പൂജയും വഴിപാടും നടക്കട്ടെ. അത് തടയാൻ നിന്നാൽ തറവാട്ടിലുള്ളവരുടെ പിണക്കം സമ്പാദിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോണില്ല. ഇതെല്ലാം കഴിയുമ്പോൾ ചെറിയമ്മയെ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം. വിചാരിച്ചതുപോലെ തന്നെ ഇന്ന് താത്തക്കുട്ടിയെ ചെന്ന് കാണാൻ സമയം കിട്ടിയില്ല. പൂജക്കായുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കാനും അതെല്ലാം ഒരുക്കി വെക്കാനുമുള്ള തിരക്കിലായിരുന്നു ഞാൻ. സന്ധ്യയായപ്പോൾ തറവാട്ടിലെ ബന്ധുക്കളും അയൽവക്കക്കാരും കാവിലേക്ക് വന്നു തുടങ്ങി. കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ കാവിലെ പൂജയിലും കർമ്മങ്ങളിലും പങ്കെടുക്കുന്നത്.
എനിക്കതിലൊന്നും തീരെ വിശ്വാസമില്ല. ഇരുട്ട് കണ്ടെത്തതോടെ ആൾത്തിരക്കേറി. മാമ്പലക്കാവ് ദീപാലങ്കാരങ്ങളാൽ മനോഹരമായി. നാഗശിലകൾക്ക് ചുറ്റും കുരുത്തോലകൾ കൊണ്ട് പന്തലുകൾ ഒരുങ്ങി. ആ സമയത്താണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് മാറി അല്പം ദൂരെയായി നിന്ന ഒരാളെ ഞാൻ ശ്രദ്ധിച്ചത്. സാവിത്രിക്കുട്ടി. അവൾ കാവിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്നത് പോലെ അങ്ങ് ദൂരെ മാറി നിൽക്കുകയാണ്. ഒരുപക്ഷെ ഞാനിന്ന് കാണാൻ ചെല്ലാത്തത് കൊണ്ടുള്ള പരിഭവമായിരിക്കാം. അവളെ ഞാൻ കണ്ടുവെന്ന് മനസ്സിലാക്കിയപ്പോൾ രാത്രി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. പണ്ട് ചെറിയമ്മ സമ്മാനിച്ച ചുവന്ന പട്ടിൽ സ്വർണ്ണ പൊട്ടുകളുള്ള തുണി, അതേപോലെയുള്ള ഒരു സാരിയാണ് അവൾ ഉടുത്തിരുന്നത്. ആ ചെമ്പട്ടിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. സാവിത്രിയുടെ അരികിലേക്ക് ഞാൻ പോകാൻ ഭാവിച്ചതും അച്ഛൻ എന്നെ പൂജ നടക്കുന്ന പന്തലിലേക്ക് പറഞ്ഞയച്ചു. ആ പന്തലിൽ വലിയൊരു മാന്ത്രികക്കളവും അതിനു ചുറ്റും നിറയെ വിളക്കുകളും കത്തിച്ചു വെച്ചിരുന്നു. കളത്തിനരികിൽ ചെറിയമ്മയും മറ്റു ബന്ധുക്കളും കൈകൂപ്പിയിരിക്കുന്നത് ഞാൻ കണ്ടു. അച്ഛന്റെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും സാവിത്രിയെ അവിടെ എങ്ങും കണ്ടില്ല. പക്ഷേ ഇന്നലെ രാത്രിയിൽ അവളെ വിടർത്തിട്ട നീലൻ ചുരുൾമുടിയിൽ നിന്ന് അനുഭവപ്പെട്ട അതേ പാലപ്പൂ സുഗന്ധം മാത്രം അവിടെ ആകെ നിറഞ്ഞു നിന്നിരുന്നു. എന്റെ കണ്ണുകൾ അവളെ അവിടെ തിരഞ്ഞുകൊണ്ടിരുന്നു. ഒരു തവണ കാവിലെ പാലമരത്തിനരികിലായി താത്രിയെ കണ്ടെങ്കിലും ആൾക്കൂട്ടത്തിനിടയിൽ അവൾ വീണ്ടും മറഞ്ഞുപോയി. പരിചയക്കാരും സുഹൃത്തുക്കളും എന്നോട് സുഖാന്വേഷണങ്ങൾ തിരക്കുന്നതിനിടയിൽ വീണ്ടും ഞാൻ സാവിത്രിയെ കണ്ടു. അങ്ങനെ ഒരു കണ്ണുപൊത്തി കളി പോലെ പല പ്രാവശ്യം അവൾ എന്റെ മുന്നിൽ വന്നു പോയെങ്കിലും എനിക്ക് താത്രിക്കുട്ടിയോട് ഒന്നും പറയാനോ ചോദിക്കാനോ കഴിഞ്ഞില്ല. താത്രിയെ തിരഞ്ഞ് ഞാൻ കാവിന്റെ ആ പരിസരത്ത് കറങ്ങി നടന്നപ്പോൾ പന്തലിൽ മന്ത്രവാദ ക്രിയകളും പൂജകളും മുറക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ അമ്മയും മല്ലികയും എന്നെ അവിടേക്ക് വിളിച്ചെങ്കിലും ഞാൻ തന്ത്രപൂർവം അതിൽ നിന്നൊഴിഞ്ഞു മാറി. പൂജകളും കർമ്മങ്ങളും ഏതാണ്ട് അവസാനിക്കാറായിരുന്നു. കാവിൽ വന്ന ആൾക്കൂട്ടം മെല്ലെ മെല്ലെ മടങ്ങിത്തുടങ്ങി. മടങ്ങിപ്പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ താത്തിക്കുട്ടിയെ തിരഞ്ഞു. അവളെ അവിടെയെങ്കിലും കാണാഞ്ഞതിനാൽ എനിക്ക് വലിയ നിരാശയുണ്ടായി. വന്നവരിൽ പലരും തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ പാലമരക്കൊമ്പിൽ ചേക്കേറിയ രാപ്പക്ഷികളും കൂമന്മാരും ചിറകടിച്ച് ദൂരേക്ക് പറന്നകന്നു. അവയുടെ ചിറകടിയും ചിലക്കലും എന്നിൽ വല്ലാത്തൊരു വെപ്രാളമുണ്ടാക്കി. അരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഒടുവിൽ കാവിലെ കർമ്മങ്ങളൊക്കെയും അവസാനിച്ചു. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ അവിടെ ആകെ ശൂന്യമായി. പിരിഞ്ഞുപോയ ആൾക്കൂട്ടത്തിലൊന്നും സാവിത്രിയെ കാണാഞ്ഞതുകൊണ്ട് പാതി വഴിയിലെത്തിയ ഞാൻ വീണ്ടും കാവിലേക്ക് തിരിച്ചു നടന്നു. യക്ഷിത്തറക്ക് മുന്നിലെ കൽവിളക്കിൽ 5-6 തിരികൾ മാത്രമേ കത്തി നിന്നിരുന്നുള്ളൂ. ആ തിരികളുടെ അരണ്ട വെളിച്ചത്തിൽ കുരുത്തോലപ്പന്തലിന് നടുവിലായി ഞാൻ എന്റെ താത്രിയെ കണ്ടു. അവളെ കണ്ട സന്തോഷത്തിൽ എന്റെ ഹൃദയത്തുടിപ്പിന് വേഗതയേറി. ഞാൻ തിടുക്കത്തിൽ അവളുടെ അടുത്തേക്ക് നടന്നെങ്കിലും അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് യക്ഷിത്തറക്ക് മുന്നിലേക്ക് നടന്നു. ആ ഭാഗത്ത് നേരിയ പ്രകാശമേ ഉണ്ടായിരുന്നുള്ളൂ. തിടുക്കപ്പെട്ട് ഞാൻ അവിടേക്ക് എത്തിയപ്പോഴേക്കും ഞാൻ കണ്ട താത്രിയുടെ രൂപം മെല്ലെ മെല്ലെ ആ യക്ഷി വിഗ്രഹത്തിലേക്ക് അലിഞ്ഞു ചേർന്നില്ലാതാകുന്ന വിചിത്രമായൊരു ദൃശ്യമാണ് എനിക്കവിടെ കാണാനായത്. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഞാൻ കണ്ണുകൾ തിരുമ്മി ആ കൽവിഗ്രഹത്തിലേക്ക് വീണ്ടും നോക്കി. യക്ഷിത്തറയിലെ കൽവിഗ്രഹത്തിൽ അതേ ചെമ്പട്ടാണ് ഞാൻ കണ്ടത്. താത്രിക്കുട്ടി ധരിച്ചിരുന്ന ചുവപ്പിൽ സ്വർണ്ണപ്പൊട്ടുള്ള അതേ ചെമ്പട്ട്. യക്ഷിത്തറയിലെ ആ കൽവിഗ്രഹത്തിന് ചുറ്റും ഒരു നിമിഷത്തേക്ക് ഒരു പ്രകാശവലയം രൂപപ്പെട്ടു. പിന്നീട് അതും മെല്ലെ മെല്ലെ അപ്രത്യക്ഷമായി. എനിക്ക് എന്റെ തല ചുറ്റുന്നത് പോലെ തോന്നി. കണ്ണുകളിലേക്ക് ഇരുട്ടിരച്ചു കയറി. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. കണ്ണു തുറന്നപ്പോൾ ഞാൻ തറവാട്ടിലെ എന്റെ മുറിയിലായിരുന്നു. ബെഡിൽ നീണ്ടു നിവർന്നു കിടന്ന എനിക്ക് ചുറ്റും എന്റെ ബന്ധുക്കൾ വട്ടം കൂടി നിന്നിരുന്നു. ഇന്നലെ രാത്രിയിൽ കാവിലെ യക്ഷിത്തറയ്ക്ക് മുന്നിൽ ഞാൻ ബോധം കെട്ട് കിടക്കുകയായിരുന്നു പോലും. അതിരാവിലെ കാവ് വൃത്തിയാക്കാൻ വന്ന അമ്മയും മറ്റു ബന്ധുക്കളുമാണ് ഞാൻ അവിടെ ബോധം കെട്ട് കിടക്കുന്നത് കണ്ടത്. ഇതുവരെ ഞാനും സാവിത്രിയുമായിട്ടുള്ള അടുപ്പം വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അറിയില്ല. സംശയത്തിനിടവരുത്തുന്ന യാതൊരു സാഹചര്യവും ഞങ്ങൾ ഉണ്ടാക്കിയില്ല.
സാവിത്രിയെപ്പറ്റി ഞാൻ ആരോടാ ചോദിക്കുക? ആരോടാണ് ഇതെല്ലാം പറയുക? എനിക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോഴേക്കും അമ്മയൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അമ്മ എന്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, എന്താ കൃഷ്ണ നിനക്ക് പറ്റിയത്? പൂജാകർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് നീ പന്തലിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് നീ എവിടെയായിരുന്നു? അവിടെ നടന്ന ഒരു കർമ്മങ്ങളിലും നീ പങ്കെടുത്തില്ലല്ലോ. അതാ നിനക്കിങ്ങനെയൊക്കെ സംഭവിച്ചത്. അമ്മ പറയുന്നതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത മട്ടിൽ ഞാൻ തിരിഞ്ഞു കിടന്നു. എങ്കിലും അമ്മ അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. നിനക്കറിയോ കൃഷ്ണ, ചെറിയമ്മയ്ക്ക് ഒരു ബാധയുടെ ഉപദ്രവം ഉണ്ടായിരുന്നു. അതാ കുറച്ചു നാളായിട്ട് ആരോടും ഒന്നും മിണ്ടാതെ ചെറിയമ്മ മുറി അടച്ച് ഒറ്റയ്ക്കിരുന്നായിരുന്നു സംസാരം അത്രയും. ഇന്നലെ വരെ എല്ലാവരോടും വലിയ ദേഷ്യമായിരുന്നു. ദാ ഇപ്പോ വലിയ മാറ്റം കാണുന്നുണ്ട്. നിനക്ക് ആ നാരായണിയമ്മയുടെ പേരക്കിടാവിനെ അറിയാമോ? അമ്മയുടെ ആ ചോദ്യം കേട്ടതും ഞാൻ അമ്മയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു, സാവിത്രിക്കുട്ടിയോ? ഞാൻ വലിയ ഉത്സാഹത്തോടെ സാവിത്രിയുടെ പേര് പറഞ്ഞു. ഞാനും അവളും തമ്മിലുള്ള അടുപ്പം അമ്മയോട് പറയാൻ തയ്യാറെടുത്തപ്പോഴേക്കും അമ്മ പറയാൻ തുടങ്ങിയ ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞു. അതെ, സാവിത്രിക്കുട്ടി. ഒരു 1.5 വർഷത്തിന് മുമ്പ് മരിച്ചുപോയ സാവിത്രിക്കുട്ടിയെ നിന്റെ ചെറിയമ്മ കണ്ടുപോലും. 1-2 പലതവണ ചെറിയമ്മ അവളെ കണ്ടു. നമ്മുടെ തറവാട്ടിലും താഴേക്കാവിന്റെ പരിസരത്തും ചെറിയമ്മ സാവിത്രിയെ കണ്ടു എന്നാ പറഞ്ഞത്. അമ്മ എന്താ ഈ പറയുന്നത്? മരിച്ചുപോയ സാവിത്രി എന്നോ? എനിക്ക് പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്റെ നാവ് കുഴയുന്നത് പോലെ തോന്നി. എന്റെ ആ അവസ്ഥ മനസ്സിലാക്കാതെ അമ്മ തുടർന്നു, അതേ കൃഷ്ണ, നീ അറിഞ്ഞില്ലേ ആ കുട്ടി മരിച്ച കാര്യം? 1.5 വർഷത്തിന് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാ അത് സംഭവിച്ചത്. രാത്രിയിൽ ഏതോ കൂട്ടുകാരിയെ വിളിക്കാൻ പോയതാണെന്നാ നാട്ടുകാർ പറയുന്നത്. പക്ഷേ ആ കൂട്ടുകാരി ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മടങ്ങി വരും വഴിക്ക് സാവിത്രിയെ ആരോ ഒരാൾ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നതിന് ശേഷം റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചു എന്നാണ് പത്രത്തിലേക്ക് വാർത്ത വന്നത്. എന്താ പറയാ, നല്ലൊരു കുട്ടിയായിരുന്നു. നാണിയമ്മ ഉണ്ടായിരുന്ന സമയത്തെല്ലാം ആ കുട്ടി നാണിയമ്മയോടൊപ്പം ഇവിടെ വരുമായിരുന്നല്ലോ. ചെറിയമ്മയ്ക്ക് ആ കുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു. അതിന് തുണിയും പണവും ഒക്കെ ഇടക്ക് കൊടുക്കുമായിരുന്നു. ആ കുട്ടി മരിച്ചതിൽ പിന്നെ അതിനെ സ്വപ്നത്തിൽ കണ്ടു എന്നാണ് ആദ്യം നിന്റെ ചെറിയമ്മ പറഞ്ഞത്. പിന്നെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറയാൻ തുടങ്ങി. അവൾക്ക് എന്തോ പറയാനുണ്ടായിരുന്നു പോലും. എന്തായാലും വലിയ ഉപദ്രവമൊന്നും ഉണ്ടാക്കിയില്ല. വലിയ ശാന്തിയെ കണ്ട് കാര്യം പറഞ്ഞപ്പോഴാ അദ്ദേഹം പറയുന്നത് ചെറിയമ്മയോടൊപ്പം ഒരു യക്ഷിബാധയുണ്ടെന്ന്. അതാ പൂജയും കർമ്മങ്ങളും ഒക്കെ നടത്തിയത്. ഇന്നലെ നടന്ന കർമ്മങ്ങളുടെ അവസാനം വലിയ ശാന്തി ആ യക്ഷിയെ ഒരു കല്ലിലേക്ക് ആവാഹിച്ച് അതിന് ദേവീ ചൈതന്യം നൽകി നമ്മുടെ കാവിൽ കുടിയിരുത്തി. ഇനി അതിനെക്കൊണ്ട് നമുക്കാർക്കും ഒരു ഉപദ്രവവും ഉണ്ടാകില്ല. അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ ആകെ പകച്ചുപോയി. ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ അത്രയും എന്റെ മനസ്സിലൂടെ കടന്നുപോയി. അന്ന് ഞാൻ വരുമ്പോൾ എന്നെയും കാത്ത് അവൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകണമെന്ന് ഞാൻ ശാഠ്യം പിടിച്ചതും അവളുടെ കോള് വന്നപ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ സംസാരിക്കാതിരുന്നതും എല്ലാം ഞാൻ ഓർത്തുപോയി. പിന്നീട് വാക്ക് പാലിക്കാത്തതിലുള്ള പിണക്കം കൊണ്ടാവാം അവൾ വിളിക്കാതിരിക്കുന്നതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഇനിയുള്ള കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാമെന്ന ചിന്തയിൽ ഞാനും അവളെ ഫോൺ വിളിച്ചില്ല. അമ്മ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിപ്പോയപ്പോൾ ഞാൻ അതെല്ലാം ഓർത്ത് വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞാൻ അവളെ കണ്ടതും സംസാരിച്ചതുമായ കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു വന്നു. എന്റെ താത്തക്കുട്ടി ഈ ലോകം വിട്ടു പോയെങ്കിൽ പിന്നെ അവളുടെ രൂപത്തിൽ ഞാൻ കണ്ടത് ആരെയാണ്? ഇന്നലെ രാത്രിയിൽ അവളുടെ രൂപം കാവിലെ കൽവിഗ്രഹത്തിലേക്ക് അലിഞ്ഞു ചേർന്നില്ലാതെയായത് ആ വിചിത്രമായ കാഴ്ചയുടെ അർത്ഥം എന്താണ്?
ആരായിരിക്കും എന്റെ താത്തക്കുട്ടിയെ ക്രൂരമായി കൊന്നു തള്ളിയത്? അതാരായാലും അവനെ ഞാൻ വെറുതെ വിടില്ല. ഈ ചോദ്യങ്ങൾ അത്രയും എന്റെ മനസ്സിനെ വല്ലാതെ വലച്ചു. എനിക്ക് ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി. അപ്പോഴാണ് പുറത്ത് ഒരു ബഹളം കേട്ടത്. ഞാൻ കിടക്കയിൽ നിന്ന് എണീറ്റ് മുറി തുറന്ന് പുറത്തേക്കിറങ്ങി. കണ്ണിൽ കണ്ടവരെല്ലാം പാഞ്ഞോടുകയാണ്. അതിരാവിലെ എല്ലാവരും ബഹളം വെച്ച് എങ്ങോട്ടാണ് പാഞ്ഞോടുന്നതെന്നറിയാൻ ഞാനും വഴിയിലേക്ക് ഇറങ്ങിച്ചെന്നു. താഴേക്കാവിൽ ആരുടെയോ ജഡം കിടക്കുന്നു. ഇന്നലെ രാത്രിയിൽ ആരോ കൊന്നിട്ടതാ. ആ വാർത്ത കേട്ട് ഞാനും അവരോടൊപ്പം കാവിലേക്ക് പാഞ്ഞു. നാട്ടുകാർ പറഞ്ഞത് സത്യമായിരുന്നു. താഴേക്കാവിൽ കരിയിലെ കൂട്ടങ്ങൾക്കിടയിൽ ഒരാൾ കമിഴ്ന്നടിച്ചു കിടക്കുന്നു. അയാളുടെ ഉടുവസ്ത്രത്തിൽ ആകെ ചോര പുരണ്ടിരിക്കുന്നു. ഒരു 19 വയസ്സിന് മുകളിൽ അയാൾക്ക് പ്രായം കാണും. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. 2 ദിവസത്തിന് മുമ്പ് ഞാൻ നാട്ടിൽ വന്ന ദിവസം രാത്രി താത്തക്കുട്ടിയെ ഈ താഴെക്കാവിൽ വെച്ചാണ് കണ്ടത്. ആ സമയം ഈ കാവ് ഇതേ രീതിയിൽ കാട് പിടിച്ച് കിടക്കുകയല്ലായിരുന്നു. അന്ന് ഇവിടെയെല്ലാം വൃത്തിയാക്കി കൽവിളക്കിലെ തിരികൾ പോലും തെളിച്ചിട്ടുണ്ടായിരുന്നു. ആ ആൽത്തറ, അതിൽ ഒരു വിള്ളല് പോലും ഇല്ലായിരുന്നു. ആ തറയിലായിരുന്നു ഞങ്ങൾ അന്ന് കിടന്നത്. പക്ഷേ ഇന്ന് ആ തറ ആകെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. അതിനർത്ഥം അന്ന് കണ്ടതെല്ലാം എന്റെ തോന്നലുകൾ മാത്രമായിരുന്നു. ദൈവമേ, ഇതെന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഓരോന്നോർത്ത് വല്ലാതെ പരിഭ്രമിച്ചു പോയി. ആ സമയത്താണ് ആൾക്കൂട്ടത്തിനെ തള്ളിമാറ്റി അവിടേക്ക് വന്നൊരു പോലീസുകാരൻ താഴെ കമിഴ്ന്നു കിടന്ന ആ ആളെ നേരെ കിടത്തിയത്. ചോരയിൽ കുളിച്ചു കിടന്ന ആ മനുഷ്യന്റെ മുഖം കണ്ടതും എന്നിൽ ഒരു നടുക്കമുണ്ടായി. കുമാരൻ മാഷ്. അയാളുടെ മുഖമാകെ മാന്തി കീറി വികൃതമാക്കിയിരിക്കുന്നു. കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തുറിച്ചുന്തി കാണപ്പെട്ടു. കൈകാലുകൾ കോടി തിരിഞ്ഞൊടിഞ്ഞ നിലയിലായിരുന്നു. കീറിപ്പറിഞ്ഞ ഷർട്ടിനിടയിലൂടെ കുടലുമാല പുറത്തേക്ക് ചാടിയ രീതിയിൽ അയാളുടെ ഉദരം കാണാമായിരുന്നു. ഭയാനകമായ ആ മനുഷ്യന്റെ മൃതദേഹം കണ്ട് ഞാൻ തിരിഞ്ഞു നടന്നു. അന്നേ ദിവസം രാത്രിയിൽ ഉറങ്ങാനാവാതെ ഞാൻ മുറിയിൽ നിന്ന് മുറ്റത്തേക്കിറങ്ങി. നല്ല നിലാവുണ്ടായിരുന്നു. ആ രാത്രിയിൽ പാലപ്പൂക്കളുടെ രൂക്ഷമായ ഗന്ധം എന്റെ മൂക്കിലേക്ക് തുളഞ്ഞു കയറി. താത്രിക്കുട്ടിയുടെ മുടിയുടെ ഗന്ധം, മത്ത് പിടിപ്പിക്കുന്ന ആ സുഗന്ധം എന്നെ കൊണ്ടുചെന്നെത്തിച്ചത് മാമ്പലക്കാവിലേക്കായിരുന്നു. നിലാവിൽ കുളിച്ചു നിന്ന് കാവിലെ കൽവിളക്ക് ദീപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കുരുത്തുളപ്പന്തലിലെ യക്ഷിത്തറയ്ക്ക് ചുറ്റും പൂനിലാവ് നിറഞ്ഞു നിന്നു. ഞാൻ നോക്കി നിൽക്കെ യക്ഷിത്തറയിലെ കൽവിഗ്രഹത്തിന് അനക്കം വെച്ചു തുടങ്ങി. മെല്ലെ മെല്ലെ ആ കൽവിഗ്രഹം എന്റെ താത്തക്കുട്ടിയായി മാറി. എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഞാൻ കണ്ണുകൾ തിരുമ്മി നോക്കി. അത് എന്റെ തോന്നലല്ലായിരുന്നു. താത്തക്കുട്ടി എന്റെ കൈയും പിടിച്ച് കാവിലെ സർപ്പക്കുളത്തിനരികിലേക്ക് നടന്നു. ആ കുളത്തിന്റെ പടവുകളിലൊന്നിൽ ഞങ്ങൾ ഇരുവരും ഇരുന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങളൊക്കെയും മനസ്സിലാക്കിയതുപോലെ സാവിത്രി പറഞ്ഞു, കുമാരൻ മാഷിനെ കൊന്നത് ഞാനാ. അന്ന് കൃഷ്ണേട്ടനെ കാത്ത് ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് നേരം നിന്നു. പറഞ്ഞിരുന്ന ട്രെയിൻ വന്നു പോയിട്ടും കൃഷ്ണേട്ടൻ മാത്രം വന്നില്ല. ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറയാൻ പല പ്രാവശ്യം ഞാൻ ഏട്ടനെ വിളിച്ചിരുന്നു. പക്ഷേ ഒരു തവണ പോലും ഏട്ടൻ ഫോൺ എടുത്തില്ല. അന്ന് രാത്രി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മടങ്ങി വരുന്ന വഴിക്ക് കുമാരൻ മാഷ് എന്നെ കണ്ടു. അയാൾ എന്നെ പിന്തുടർന്നു. ബാക്കി പറയാനാവാതെ അവൾ നിശബ്ദയായി. അയാളെ കൊന്നത് ഞാനാ. ജീവിച്ചിരുന്ന സമയത്ത് എനിക്കതിന് കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തും ചെയ്യാൻ കഴിയും. മരിച്ചിട്ടും ഈ യക്ഷിത്തറയിലെ യക്ഷിയായി ഞാൻ ഇപ്പോഴും കൃഷ്ണേട്ടനായി കാത്തിരിക്കുകയാണ്. ഇതെല്ലാം ആരോടെങ്കിലും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അതാ പ്രാണൻ പോയിട്ടും എൻ്റെ ആത്മാവ് ഈ പരിസരത്തെല്ലാം അലഞ്ഞു തിരിഞ്ഞത്. എന്തോ
ചെറിയമ്മയ്ക്ക് മാത്രം എന്നെ കാണാൻ കഴിഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞതൊന്നും അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടും ഞാനതിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാനൊരു ശല്യമായി അവർക്ക് തോന്നിയതുകൊണ്ടാണ് കൃഷ്ണേട്ടന്റെ വീട്ടുകാർ വലിയ ശാന്തിയെ സമീപിച്ചത്. അദ്ദേഹം എന്നെ ഈ കല്ലിലേക്ക് ആവാഹിച്ചു. താത്തക്കുട്ടി പറഞ്ഞത് കേട്ട് ഞാൻ അവളെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. തൊട്ടടുത്ത ദിവസം ഞാൻ അവൾക്കായി വാങ്ങിച്ച് സൂക്ഷിച്ച ആ മംഗല്യപ്പെട്ട്, തിളങ്ങുന്ന സ്വർണ്ണപ്പൊട്ടുള്ള ആ ചെമ്പട്ട് ഞാൻ ആ യക്ഷി വിഗ്രഹത്തിൽ അർപ്പിച്ചു. അന്നു മുതൽ പിന്നീട് അങ്ങോട്ട് എന്നും എനിക്ക് അവളെ കാണാമായിരുന്നു. അവൾ പറയുന്നത് കേൾക്കാമായിരുന്നു. മാമ്പലക്കാവിലെ ആ കൽവിഗ്രഹം എനിക്ക് കേവലം ഒരു വിഗ്രഹമായിരുന്നില്ല. അത് എനിക്കെന്റെ താത്തക്കുട്ടിയായിരുന്നു. ഈ ജീവിത സായാഹ്നത്തിലും ഒരു നിഴല് പോലെ എന്റെ താത്തക്കുട്ടി ഇപ്പോഴും എനിക്കൊപ്പമുണ്ട്.